നമുക്ക് തുടങ്ങാം. കോഡ് ലെറ്റർ എ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാചകൻ അങ്ങ് നിരക്ഷരനാണെന്ന് കേൾക്കുന്നു. ശരിയായിരിക്കാം. സാക്ഷരൻ അക്ഷരങ്ങളോളമേ ഉള്ളൂ. അങ്ങ് വായിച്ചതെല്ലാം മുമ്പ് ആരും എഴുതപ്പെടാത്തത്. പ്രവാചകനെ കുറിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നാരായണൻ ചെയ്തിയ വരികളാണ് ഞാൻ ആദ്യമായി ഉദ്ധരിച്ചത്. നൂതന കാലത്ത് പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ട വിധം എങ്ങനെ? നമ്മൾ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ആധുനിക കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നബി തങ്ങളെ എന്തൊക്കെ കാണിച്ചു വെച്ചു, അല്ലെങ്കിൽ നബി തങ്ങളെ എന്തൊക്കെ അധ്യാപനങ്ങൾ നൽകി, അത് എത്രത്തോളം നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു രീതി എന്ന് പറഞ്ഞാൽ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളേക്കാൾ ഉച്ചത്തിലേറെ ജീവിതം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. നബി തങ്ങൾ ജീവിതം കൊണ്ടായിരുന്നു അന്ന് സംസാരിച്ചത്. ഇന്ന് ഒരുപാട് രീതിയിലുള്ള പ്രൊപ്പഗേഷൻ, പല രീതിയിൽ പ്രബോധനങ്ങൾ നടക്കുന്നു, ഒരുപാട് പ്രസംഗങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട് അത് നമ്മുടെ മനുഷ്യന്മാരെ, നമ്മുടെ സമുദായത്തെ, ആളുകളെ സ്വാധീനിക്കുന്നില്ല? അതിനെ ആളുകൾ ജീവിതത്തിലൂടെ പകർത്തുന്നില്ല എന്നുള്ളതാണ്. അത് നബി തങ്ങളുടെ ജീവിതത്തിലൂടെ പകർന്നു വന്നതുകൊണ്ടാണ് ഇന്നും നബി തങ്ങളുടെ അധ്യാപനങ്ങൾ ലോകം ചർച്ച ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെത്തഡോളജിയിൽ നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റം എങ്ങനെയാണ്? മെത്തഡോളജിയിൽ മാറ്റം കൊണ്ടുവരുന്നത്. ഇന്നൊരു ഡിജിറ്റൽ യുഗം ഉയർന്നു വരുന്നു. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ രീതിയിൽ മറ്റുള്ളവരെ വിദ്വേഷിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ വളർത്തുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള പ്രബോധന രീതികൾ കണ്ടെടുത്തുകൊണ്ട് തന്നെ അതിലൂടെ നമ്മൾ നബിയുടെ അധ്യാപനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മെന്റൽ ഹെൽത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകം സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പരിഗണന തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നബി തങ്ങളുടെ ഇടപെടുന്ന രീതിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് തോന്നും. കാരണം 2-3 മാസങ്ങൾക്ക് മുമ്പ് WHO പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഓരോ 35 സെക്കൻഡിലും ഒരു മനുഷ്യന് സൂയിസൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഒറ്റപ്പെടലാണ് കാരണം. പ്രധാനമായിട്ടും മറ്റുള്ളവന്റെ വേദന അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവന്റെ പരിഗണിക്കുന്ന രീതി. നബി തങ്ങളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ വെറും സംസാരിക്കുക മാത്രമല്ല, മറ്റുള്ളവനെ സ്വീകരിക്കുന്നത് കൂടും വലിയൊരു കാര്യമാണ്. കാരണം നബി തങ്ങൾ അന്ന് ഒരാളുടെ ഇടപെടുമ്പോൾ ഒരാൾ കൈ കൊടുത്താൽ നബി തങ്ങൾ അവർ കൈവലിക്കുന്നവരെ നബി തങ്ങൾ കൈവലിച്ചില്ല. അത്രത്തോളം ഒരാളോട് അഭിസംബോധന ചെയ്യുന്ന രീതി, ഇടപെടുന്ന രീതിയാണ് നബി തങ്ങളെ ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തിയിരുന്നത്. മറ്റൊന്ന്, കള്ളം പറയാതിരിക്കുക, തെറ്റിദ്ധാരണ പരിധാരിക്കുക. അതൊക്കെ തന്നെയാണ് ശത്രുക്കൾ പോലും. അബൂജഹൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുഹമ്മദ് നീ കൊണ്ടുവന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കൊണ്ടുവന്ന കാര്യങ്ങൾ കളവാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനെനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ ശത്രുക്കളോട് പോലുമുള്ള നബി തങ്ങളുടെ സമീപന രീതിയാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തെ കുറിച്ച് നമ്മൾ ഏറെ ചർച്ച ചെയ്യണം. അത് ഈ ഒരു പ്രകൃതിയുടെ സംരക്ഷണത്തിൽ മാത്രമല്ല, വരും കാലത്തേക്കുള്ള ദീർഘവീക്ഷണത്തോടെ നമുക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ പറ്റണം. അതിലൂടെ നമ്മുടെ നബിയെ വായിച്ചെടുക്കണം എന്നാണ് പറയാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എത്രത്തോളം പ്രാക്ടീസ്ഡ് ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എത്രത്തോളം ഈ കാലഘട്ടത്ത് ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്ത് സംഭവിച്ച സംഭവവികാസങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയും നമ്മൾ പുറത്തേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടത്ത് ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഇൻകൾക്കേഷൻ ഓഫ് വാല്യൂസ് ഇൻ ടു ടെക്നോളജി എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ നവാഗത കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ അതിന് സഹായമാകുന്നത് പ്രവാചകന്റെ ഡെപ്പിക്ഷനും പ്രവാചകന്റെ പോർട്രേറ്റ്സും അതുപോലെ തന്നെ പ്രവാചകനെ ഫിലിം ചെയ്യുന്നതും ഒക്കെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നാലാണ് അത് പ്രവാചകനെ കുറച്ചുകൂടി
പ്രവാചകൻ ഈ ലോകത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമാവുക എന്നുള്ളതാണ്. ഇതിനകത്ത് ക്രിസ്ത്യൻ ഗ്രൂപ്പറിന്റെ എന്ന് പറയപ്പെടുന്ന ഒരു സ്കോളറിന്റെ വർക്കുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആണ്. കാരണം ആ സ്ത്രീ വളരെയധികം USA-യിൽ നിന്നെല്ലാം ഫെലോഷിപ്പ് നേടിയിട്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ പോയിട്ട് അവിടെ നിന്ന് അറബി ഭാഷ പഠിച്ചുകൊണ്ട് പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്, പ്രവാചകന്റെ ജീവചരിത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയാണ്, പ്രവാചകന്റെ ഡെപ്പിക്ഷനെ കുറിച്ച് അവർ അവിടുന്ന് ഒരു ഇൻഫ്ലുവൻസ് എടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ പ്രവാചകനെ കുറിച്ച് നമ്മൾ ഡെപ്പിക്ഷൻ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യസ്ത ഗണങ്ങളുണ്ട്. അതായത് പേർഷ്യൻ തുർക്കിഷ് കാലഘട്ടത്ത് പ്രവാചകന്റെ ആ ഒരു പോർട്രേറ്റ്സിനെ അവർ സമീപിച്ചിരുന്ന ഒരു വസ്തുതകളുണ്ട്. അതിനോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് സുന്നി ഷിയ അതിലുള്ള ഐഡിയോളജീസുകൾക്കിടയിൽ ഉണ്ടാകുന്ന വേർതിരിവുകൾ, എങ്ങനെയാണ് അവിടെ ഭിന്നതകൾ രൂപപ്പെടുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്, പഴയ കാലഘട്ടത്ത് കുറച്ചുകൂടിയും വെയിൽ മുഖമൂടി ധരിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഹാലോ ടൈപ്പ് പിന്നീട് ഒരു ഇൻഫ്ലെയിം കൊണ്ടുവരുമ്പോൾ അത് പ്രവാചകനെ ക്രിസ്ത്യൻ ഗ്രൂപ്പർ തന്നെ വിശേഷിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മെഹ്റാജിലേക്ക് പോകുന്ന ആ ഒരു ചരിത്ര സംഭവത്തെ ആവിഷ്കരിക്കാൻ ഏറ്റവും എനിക്ക് ഉതകുന്നത് നൂറെന്ന് പ്രവാചകനെ വിശേഷിപ്പിക്കുന്ന ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനത്തെ ഒരു പ്രകാശത്തിനോട് ഒരു ഇൻഫ്ലെയിമിനോട് രൂപപ്പെടുത്തുക, അതിനോട് സാദൃശ്യപ്പെടുത്തുക എന്നതാണ്. ഇത് ഇന്ന് ചിത്രമാധ്യമങ്ങളിലൂടെ വന്നതാണ്. 2005 ജൂലിയൻ പോസ്റ്റൺ ചർച്ചകളെ കുറിച്ച് ഞാൻ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പ്രശ്നങ്ങൾ എപ്പോഴും ഉള്ളതാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് ഗമിക്കുന്നത്. അപ്പോഴാണ് പ്രവാചകനെ കൂടുതൽ ചരിത്രത്തിലേക്ക് നമ്മൾ അളന്നു മുറിച്ച് കൊടുക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതേപോലെ നമ്മൾ ചരിത്രത്തിൽ വായിക്കാൻ സാധ്യമായിട്ടുള്ളത് ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനായിട്ടുള്ള അബ്ദുൽ ഹലീം അബൂ ഷൂഹയുടെ വർക്കിനെ കുറിച്ചാണ്. അവർ പറയുന്നത് തഹരീറുൽ മർഅ ഫി അസ്രിൽ ജാഹിലിയ ഫി അസ്രി റിസാല എന്നതാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീ മാനവികതയെ എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. അതിനകത്ത് അവർ 3 ഗണങ്ങളായിട്ട് 3 തസ്തികകളായിട്ട് അവിടെ തരംതിരിക്കുന്നുണ്ട്. ഖുർആനിലുള്ള സ്ത്രീകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഇടപെട്ട സ്ത്രീകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടുന്ന് പുതിയ സ്കോളേഴ്സ് ഇതിനകത്ത് ഡിബേറ്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ആ ഡിബേറ്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഇത് എങ്ങനെ പുതിയ കാലഘട്ടത്തിലുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സാഹചര്യം അനുവർത്തമായിട്ട് വരുന്നത് പ്രവാചകന്റെ മിഅ്റാജ് രാവിനെ കുറിച്ച് നമുക്ക് ലോകത്തോട് സംവദിക്കാൻ പറ്റുന്നത്, ഇക്കാലത്തെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ്, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നുള്ള പ്രവാചകന്റെ ചരിത്രാവിഷ്കാരങ്ങളാണ് അതിനേറ്റവും ഉതകുന്നത്. അതിന് ക്രിസ്ത്യൻ ഹൂബറിന്റെ വർക്കുകൾ ഇൻസ്പിറേഷനബിൾ ആണ് എന്ന് ഞാൻ വാദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നത്തെ കാലത്ത് എങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫിഖ് അല്ലെങ്കിൽ ഉസൂലുൽ ഫിഖ് ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേ സമയത്ത് പല ഓറിയന്റലിസ്റ്റുകളും സംസാരിക്കുന്ന സമയത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് നബിയെ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു സോൾലി റീഡിങ് നടത്തുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നബിയുടെ ശമായിലുകളെ കുറിച്ച് കൂടുതൽ പകരുക, അതുപോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നമ്മൾ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മുഹമ്മദീയ പോലുള്ള ത്വരീഖത്തുകൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അതുപോലെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നബിയെ നമുക്ക് ഇന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അറേബ്യയെ അത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആക്കിയത് നബി തങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചത് കൊണ്ട് മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമായിരുന്നു അവിടുത്തെ സഹാബത്തിനുള്ള സന്ദേശം. നമ്മൾ പലപ്പോഴും കേട്ടതാണ് ചരിത്രങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ദേഷ്യം കൊണ്ട് വരുന്ന ഖുറൈശികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വാളൂരി വരുന്ന ശത്രുപക്ഷം നബിയുടെ ആ പുഞ്ചിരി കൊണ്ട് അല്ലെങ്കിൽ നബിയോട് സംസാരിക്കുന്ന ആ ഒരു ചെറിയ ഒരു സംസാരം കൊണ്ടൊക്കെ അവർ ഇസ്ലാമിനെ മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കൊണ്ടാണ്. ആദ്യം നബിയെ പരിചയപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ. അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ തസൗഫ് ഒക്കെ പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊണ്ടുവരണം എന്ന് പറയുന്ന ചർച്ചകൾ നടക്കുന്ന കാലഘട്ടമാണിത്. അതുപോലെ ഇപ്പോൾ പോസ്റ്റ് മോഡേൺ, ഈ പോസ്റ്റ് സെക്കുലറിസ്റ്റ് ഈ കാലത്ത് നമുക്ക് കൂടുതൽ
ചിന്തകൾ പങ്കിടുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാല്യൂസ് എങ്ങനെയാണ് നബി അറേബ്യയിൽ പ്രാക്ടിക്കലായി കൊണ്ടുവന്നത് അതുപോലെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കാനുള്ള രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നബി തങ്ങളുടെ ശമാഇൽ, നബി തങ്ങളുടെ ആ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു രീതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂതന കാലത്ത് പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ട വിധം. നമ്മൾ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസത്തിനെതിരെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ എന്തായിരുന്നു നബിയുടെ നിലപാട് എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്തും ഒരു സെക്കുലറിസ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കുലറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കുന്നത്. ഈ തലത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും തീർച്ചയായും ഒരു സെക്കുലറിസ്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അവിടുത്തെ സീറയിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് പ്രവാചകർ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർ പറഞ്ഞു എന്നതിനേക്കാൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം നമ്മുടെ സമുദായത്തിൽ വരുന്ന ഒരു സംഭവം എന്നുള്ളത് അപ്പാത്ത് അല്ലെങ്കിൽ റേസിസം എന്നുള്ള പ്രശ്നങ്ങളാണ്. ഇതിന്റെ പേരിൽ ഒരു വിപ്ലവങ്ങൾ വരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ ഒരു റേസിസത്തെ നേരിട്ട് കണ്ടിരുന്നത്, എങ്ങനെയാണ് അതിനെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും ഒരേ പ്ലേറ്റിൽ ഊട്ടിയവനാണ് റസൂൽ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നവരും കേൾക്കുന്നവരുമാണ്. അത്തരത്തിൽ എങ്ങനെയാണ് റേസിസത്തോടുള്ള നമ്മുടെ നിലപാടാകേണ്ടതെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ജോർജ് ബെർണാഡ് ഷോയുടെ 100 മികച്ച ഫേമസ് പീപ്പിളുകളുടെ എണ്ണത്തിൽ ആദ്യമായി കൊടുക്കുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഇതിന് കാരണം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കണ്ട ഏറ്റവും വലിയ സെക്കുലറിസ്റ്റും അതേപോലെ മറ്റൊരു ഭാഗത്ത് ഏറ്റവും വലിയ റിലീജിയസുമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമല്ല, മറിച്ച് അദ്ദേഹം ഈ ഒരു 2 രൂപത്തിലും 2 മേഖലയിലും സക്സീഡ് ആയിട്ടുള്ള വിജയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ ബെർണാഡ് ഷോ തന്നെ പറയുന്നുണ്ട്, ഹി മസ്റ്റ് ബി കോൾഡ് ഹ്യൂമൻ സേവിയർ. അദ്ദേഹം ഹ്യൂമൻ സേവിയർ എന്ന് വിളിക്കപ്പെടണം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പിനെ നമ്മൾ കണ്ടക്ട് ചെയ്ത് നോക്കുമ്പോൾ, അതിനെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ, അങ്ങനെ റസൂലിനെ ഈ ഒരു വർഷത്തെ ഈ ഒരു കാലത്തെ ഈ ഒരു നൂതന കാലത്തെ ഒരു ഡിക്റ്റേറ്റർഷിപ്പായി നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും സമാധാനപരമായി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാള് അത് പ്രവാചകർ തന്നെയായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ട, മനുഷ്യൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും, ഒരു ഹസ്ബൻഡായിട്ടാവട്ടെ, ഒരു പിതാവായിട്ടായിരിക്കട്ടെ, അങ്ങനെ എല്ലാ രൂപത്തിലും എല്ലാ മേഖലകളിലും നമുക്ക് അത്യുന്നതിയിൽ നിന്ന് എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എല്ലാ രൂപത്തിലും നമുക്ക് മാതൃകയായി മാറുന്ന ഒരു പ്രവാചകനെയാണ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെയാണ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാചകന് നൂതന സമുദായത്തിന് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു ചർച്ചാ വിഷയം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവിടെയെല്ലാം പറഞ്ഞു വെച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇസ്ലാമികമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നവസമുദായത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങൾ, ആരാധനകളാവട്ടെ, അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മുടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ ആ ഇസ്ലാമിക ഇബാദത്തുകളെ, ആരാധനകളെ നവസമുദായത്തിന് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് പ്രവാചകൻ മുന്നോട്ട് വെച്ച ചില മാതൃക രീതികളുണ്ട്. ആ രീതികളിലൂടെ നാം പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകനോടൊരു സഹാബി വന്നിട്ട്, തൻ്റെ അനുചരൻ വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ, ഞാൻ സുബഹ നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കാറില്ല. അപ്പോൾ ആ സമയത്ത് അത്രയോളം പ്രശസ്തനായ ഒരു സഹാബിയെ നബി തങ്ങൾ ആക്ഷേപിക്കുകയല്ല ചെയ്തത്, മറിച്ച് എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ള തലത്തിലേക്ക് ചോദ്യം ഉയർന്നു. ആ സമയത്ത് പറഞ്ഞു, സുബഹി നിസ്കാരത്തിൽ ഇമാമ് വളരെയധികം കൂടുതലായിട്ട് ഖിറാഅത്ത് ഓതുന്നു എന്ന തലത്തിലേക്കാണ് ചിന്ത പോയത്. സഹാബി പറഞ്ഞപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചത്, മറിച്ച് ആ ഇമാമിനെ വിളിച്ചിട്ട് മിമ്പറിൽ കയറി നിന്നുകൊണ്ട് അത്രത്തോളം കോപാകുലനായിട്ട്, ഈ പറയുന്ന സഹാബി പറയുന്നുണ്ട്, നബി തങ്ങൾ അത്രത്തോളം കോപാകുലനായിട്ടാണ് കാര്യം അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. അവിടെ നാം ചിന്തിക്കണം, ആ രീതിയിൽ ആരാധനകളെ അല്ലെങ്കിൽ മനുഷ്യരുടെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ സമുദായത്തിൻ്റെ ചിന്തകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ജമാഅത്തിന് പോവാത്ത ഒരു തോട്ടക്കാരൻ
അദ്ദേഹം തോട്ടം നനക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ജമാഅത്തിന് കയറി. അപ്പോൾ കൂടുതൽ സമയം ജമാഅത്ത് നീണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നിസ്കരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ തോട്ടം നനക്കാൻ പോയി. ഈ സമയത്ത് ആളുകൾ അദ്ദേഹത്തെ മുനാഫിക്കെന്ന് വിളിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ ഈ ഒരു വിഷയം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കാര്യം അന്വേഷിച്ചപ്പോൾ ഈ രീതിയിൽ പ്രവാചകൻ സഹാബാക്കളെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നിങ്ങൾ നിസ്കാരം ഒരിക്കലും ഈ രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എത്തിക്കരുത്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നവസമുദായത്തിന് ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ ആരാധന മൂല്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ലാളിത്യവും ഒരു വസതീയത്ത് മീഡിയം എന്ന രീതിയിൽ നാം അതിനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ പല്ല് തേക്കുന്ന ആ ഒരു വിഷയത്തിൽ ഇശാ നിസ്കാരത്തിൻ്റെ സമയം റസൂൽ കൂടുതൽ ഇങ്ങോട്ട് അടുപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ റസൂൽ അത്രത്തോളം ആ പഠന രീതികളെ ഇസ്ലാമിൻ്റെ ആരാധന രീതികളെ ആ തരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് നാം ഈ നവസമുദായത്തിൽ നമ്മുടെ ആളുകൾക്ക് ആരാധനകളെ നമ്മളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നവസമുദായത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത്തരത്തിലുള്ള പ്രവാചക കാര്യങ്ങൾ നാം പരിചയപ്പെടുത്തുമ്പോൾ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പഠനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിങ്, അതുപോലെ ഗെയിമിഫിക്കേഷൻ. അതായത് ഈ കാര്യങ്ങളെല്ലാം നബി തങ്ങൾ ജീവിതത്തിൽ കൊടുക്കുന്ന സീറാജ് ചര്യകളെല്ലാം നമ്മുടെ സമുദായത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം ഗെയിമായിട്ട് അല്ലെങ്കിൽ കാരണം 50-70% വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ആളുകളിലൂടെ ഈ കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ഈ രീതിയിൽ ഗെയിമുകളിലൂടെ നബിയുടെ സീറകളെ നബിയുടെ ചര്യകളെ നാം വിദ്യാർത്ഥികളിലേക്കോ നവസമുദായത്തിലേക്കോ എത്തിക്കുമ്പോഴാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൂടെ പ്രവാചകന്റെ ആ നവസമുദായ പാഠങ്ങളെ ഇന്ന് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും മാധ്യമങ്ങളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നൂതന കാലത്ത് പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ട വിധം എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്തും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ലോകത്ത് അപ്ലൈ ചെയ്ത ഓരോ നിയമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സാരോപദേശങ്ങളും നമുക്ക് ഇന്നത്തെ ഓരോ പ്രശ്നങ്ങളിലേക്കും അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്ന് നടക്കുന്ന റേസിസം, പ്രധാനമായ റേസിസം, ഒരു വർഗങ്ങൾക്കും ഇടയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പറഞ്ഞു വെച്ച ഓരോ ഉപദേശങ്ങൾ നമുക്ക് ഇന്നും ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഒരു റേസിസത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഇന്നും ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നൂറ്റാണ്ടുകളോളമായിട്ട് അടിമകളായി ജീവിക്കേണ്ടി വന്നൊരു സമൂഹം, അവരിന്നും അനുഭവിക്കുന്ന ഈ ഒരു കറുത്ത വർഗ്ഗക്കാരെന്നോ അല്ലെങ്കിൽ വെളുത്ത വർഗ്ഗക്കാരെന്നോ പറഞ്ഞ് ഉണ്ടാവുന്നതായിട്ടുള്ള വ്യത്യാസങ്ങളും അവരുടെ ഇടയിൽ നടക്കുന്ന ഈ ഒരു റേസിസം ഒക്കെ ഇത്തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. അതുപോലുള്ള ജെൻഡർ ഈക്വാലിറ്റി, സ്ത്രീകൾക്കും ലിംഗന്യൂനപക്ഷങ്ങൾക്കും ഇടയിലുള്ള അവർക്ക് സമർപ്പിക്കേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സമർപ്പിക്കേണ്ട അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥ, അവർക്കിടയിൽ വരുന്ന ജോലികളിലും വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഇന്ന് പൊതുവായി നടക്കുന്ന ഒരുപാട് ലഹരി പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകാലത്ത് പറഞ്ഞു വെച്ചിട്ടുള്ള ഉപദേശങ്ങൾ എവിടെ പറഞ്ഞു വെച്ചോ അവിടെ നിന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് എഴുതി തുടങ്ങാമെന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങളെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച വാക്കുകളെ ഇന്നത്തെ കാലത്ത് എങ്ങനെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് തന്നെ വന്നിട്ടുള്ള പുതിയ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ പോലുള്ള അല്ലെങ്കിൽ സിനിമ, ഡോക്യുമെന്ററി പോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പാഠങ്ങൾ നമുക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ ഒരു പാഠങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു മുൻകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരെ മാറ്റിയെടുത്തത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ഇത്തരം പ്രശ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹരിച്ചത് എന്നുള്ളത് നമുക്ക് പുതിയ കാലത്ത് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതികളെ പറ്റിയും നമുക്ക് പുതിയ കാലത്തെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മൾ ചർച്ചിക്കുന്നത് നൂതന കാലത്ത് പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ട വിധം എന്നുള്ളതാണ്. പക്ഷേ ഇതിന് കാലിക ശക്തിയൊന്നും ഞാൻ പറഞ്ഞ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അതിനു മുമ്പ് ദ പ്രസന്റേജിൽ സ്യോറൻ ഗിയർക്കാട് ഒരു വാർക്കുണ്ട്.
വി ആർ ആൾസോ ബിക്കമിങ് ക്രിസ്ത്യൻസ്. നമ്മളൊക്കെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ബാഹ്യമായിട്ട് ഓഹരിയായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യനായി ഒരു വൽക്കരിക്കണമായി തോന്നും. സത്യത്തിൽ നമ്മളെ ഇസ്ലാം സെക്കുലറിസത്തിൽ നാക്കബിത്താസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇസ്ലാം എങ്ങനെയാണ് അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയത്. നമ്മൾ നൂതന കാലത്ത് പ്രവാചകനെ പരിചയപ്പെടുന്നതിന്റെ വിധം പറയുമ്പോൾ അവിടെ മൂല്യാധിഷ്ഠ സംഭവിക്കുന്നത്, മൂല്യച്ഛേദം സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്ന് മുതലാണ് ഇസ്ലാമിന്റെ മൂല്യം നഷ്ടപ്പെട്ടു തുടങ്ങിയത്? അവര് ചോദ്യം, ഇന്നിപ്പോ ഒരു കുട്ടിയോട് ഇതെന്താ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന്റെ ഇഷ്ടത്തിലെ അവസ്ഥ ചോദിക്കും. എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് സംഭവം എത്തിയത്? അപ്പോ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് 11-12 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഓറിയന്റലൈസ് ചെയ്തപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾക്ക് വിമർശിച്ച പുസ്തകങ്ങൾ എന്താണ്? ഇസ്ലാം വിമർശിക്കുന്നതാണ്. ബിബ്ലിയോത്തിക് ഓറിയന്റൽ എന്നുള്ള പുസ്തകം ഹെർബാൾ ടൈരി എന്തിനെ കുറിച്ചിട്ട് റസൂലുള്ളാഹിനെ വിമർശിച്ചതിന് മറുപടി ആയിട്ട്. എന്നിട്ടോ ആ പുസ്തകത്തിൽ എന്താ ചെയ്ത് റസൂലുള്ളാഹിനെ പിന്നെ വിമർശിച്ചു. ആ പുസ്തകത്തിലെ പ്രയോഗങ്ങളൊക്കെ അത്രയും ഭാഷപരമായിട്ടും അർത്ഥതലങ്ങൾപരമായിട്ടും അർത്ഥപരമായിട്ടൊക്കെ വളരെയധികം ക്രൂഷ്യലാണ്. സൊഡോമി, അതല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി, അങ്ങനെ പ്രവാചകനെ വർണ്ണിക്കുന്ന വിധങ്ങളാണത്. അപ്പൊ അവിടെ മുതലാണ് അതായത് എവിടെ നിന്നാണ് യൂറോപ്പ് പ്രവാചകൻ തെറ്റിദ്ധരിക്കപ്പെട്ടത്, അവിടെ നിന്നാണ് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ചോഷം സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റാരെയോ കൾച്ചർ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നൂതന കാലത്ത് പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ട വിധം എന്നുള്ള ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോ നമ്മൾ സാധാരണ ഇസങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ശരി, ഈ ഇസങ്ങൾക്കുള്ളിൽ സബ്ജക്റ്റീവ് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രവാചകനെ പരിചയപ്പെടുത്താൻ പറ്റുന്നതാണ്. ഫെമിനിസ്റ്റ് ആർഗ്യുമെന്റ് എന്താ? അവർ പ്രവാചകൻ 11 സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു, അതല്ലെങ്കിൽ അത് വലിയ സംഭവമായി കാണാം, അതല്ലെങ്കിൽ പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തെ വിമർശനമായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാചക ദാമ്പത്യ ജീവിതത്തിൽ ഒരു മഹതി പോലും പ്രവാചക കുറ്റം പറഞ്ഞിട്ടില്ല. അതാണ് അവിടുത്തെ ഏറ്റവും സബ്ജക്റ്റീവ് ഏറ്റവും വലിയ പ്രോബ്ലം. അതായത് പിന്നെ പ്രശ്നം എന്താ? അപ്പൊ ആർക്കാണ് പ്രശ്നങ്ങളല്ല, എന്തിനോ വേണ്ടി അല്ലെങ്കിൽ മൂല്യങ്ങൾ ആരൊക്കെ അജണ്ടകൾക്ക് പിന്നിൽ എന്താണ് നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താനും അതിനനുസരിച്ച് തീരുമാനം നടത്താനുമുള്ള ഒരു മൂല്യച്ഛേദനം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനെ സബ്ജക്ടിവിറ്റിയിൽ എന്താണ് അത് വർണ്ണിക്കുക. ശരിക്കും പറഞ്ഞാൽ സബ്ജക്ടിവിറ്റി എന്താണ്? പ്രവാചകൻ നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, വർണ്ണിക്കാനും അതുപോലെ തന്നെ എന്താക്കാൻ പറ്റുന്നുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. നാക്കബിത്താസിന് പറയുന്നുണ്ട് എന്താണ് മോഡേൺ ഡെവലപ്മെന്റ് എന്നുള്ളത്. അദ്ദേഹം പറയാണ് ട്രാൻസിഷൻ ഓഫ് മെറ്റാഫിസിക്സ് ഫ്രം തിയോളജി ടു സയൻസ് എന്നതാണ്. സയൻസിനെ വൽക്കരിച്ചു, സയൻസിനെ വലിയ സംഭവങ്ങളാക്കി കണ്ടു. അതുപോലെ തന്നെ ഡൊന്നാ ഹരാരോ പറയുന്നുണ്ട് നമുക്ക് പുതിയ എപ്പിസ്റ്റമോൾ തുടങ്ങുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ കൺസെപ്റ്റുകളിലൊക്കെ പ്രത്യേകിച്ച് വാലില്ലാക്കുന്ന ഇമ്പൾസിവ് സ്റ്റേറ്റിലൊക്കെ അദ്ദേഹം പറയുന്നതാണ് അല്ലെങ്കിൽ സെക്കുലർ ന്യൂട്രൽ ആണെന്നുള്ളതാണ്. ഒരിക്കലും ന്യൂട്രൽ അല്ല, അത് വളരെയധികം അതിന്റെ ഭിന്നതകൾക്കപ്പുറത്ത് പരിധികൾക്കപ്പുറത്ത് സെക്കുലറിസം കളിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ വിമർശനങ്ങൾക്കുള്ളിൽ തന്നെ എന്താകണം, സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആർഗ്യുമെന്റേഷനാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ നൂതന കാലത്ത് എങ്ങനെ നബി തങ്ങളെ പരിചയപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സജീവമായിട്ട് ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയാണ് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രോഡക്ടറി ടോക്ക് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ടൈക്കിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നൂതന കാലത്ത് നബി തങ്ങളെ എങ്ങനെ പരിചയപ്പെടുത്തണം എന്നുള്ളൊരു ചർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം എന്താണ് നൂതന കാലത്തിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് നബി തങ്ങൾ പരിഹാരമാകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം പ്രവാചകന്മാർ ഏത് കാലത്തും ഇറക്കപ്പെട്ടത് ആ കാലത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. അത് നമുക്ക് ഏത് വിഷയത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ലൂത്ത് നബി ആണെന്നുണ്ടെങ്കിൽ ലൂത്ത് നബിന്റെ കാലത്ത് കൈലുകളിൽ, അളവുകളിൽ, കച്ചവടങ്ങളിൽ വന്ന ക്രയവിക്രയങ്ങളിൽ വന്ന ഇടപാടുകളിൽ വന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ലൂത്ത് നബി വരുന്നത്, ലൂത്ത് നബിന്റെ ആദർശം വരുന്നത്, അല്ലെങ്കിൽ ലൂത്ത് നബി അതിനാണ് പരിഹരിച്ചത്. അതേപോലെ ഹൂദ് നബി ആണെന്നുണ്ടെങ്കിൽ സഡോമിസം. ഓരോ കാലത്തെ പ്രവാചകന്മാരും ആ കാലത്തിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് അഡ്രസ് ചെയ്തിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നബി തങ്ങൾ കാഫിത്തുൽ ലിന്നാസ് ആയിട്ട് വന്നതാണ്. ഇനിയുള്ള ഏത് കാലത്തേക്കും നബി തങ്ങളാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അപ്പോൾ മോഡേൺ കാലത്ത് നബി തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ മോഡേൺ കാലത്തിന്റെ പ്രശ്നം എന്താണ്, അതിന് നബി തങ്ങൾ എങ്ങനെയാണ് പരിഹാരമാകുന്നത് എന്നുള്ളൊരു ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ചർച്ചയുടെ ബേസിക് ലെവലാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ആധുനിക കാലത്തിന്റെ പ്രശ്നം എന്നുള്ളതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആധുനിക കാലത്തിന് നമ്മൾ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആധുനിക കാലത്തിന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആധുനിക കാലം എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി അല്ലെങ്കിൽ ഡിജിറ്റലി ഏറ്റവും മനുഷ്യ സമുദായം കണ്ട ഏറ്റവും വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ കാലത്താണ് ഇപ്പൊ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ അതിപ്രസരണത്തിന്റെ ഒരു കാലത്ത് നബി തങ്ങളെ നമ്മൾ എങ്ങനെ പരിചയപ്പെടുത്തേണ്ടത്. ടെക്നോളജി എന്നുള്ളത് ഒരിക്കലും ഒരു മാനവകുലത്തിനും ഒരു ഐഡിയോളജിക്കും എതിരായിട്ടുള്ള ഒരു കാര്യമില്ല. ടെക്നോളജി എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് സാധനമാണ്. അതിനെ പക്ഷേ നമ്മളിവിടെ അഡ്രസ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ടെക്നോളജികൾ എന്ന ലോകത്ത് എന്തിനു ഉപയോഗപ്പെടുന്നു, ദി ഫിലോസഫി ബിഹൈൻഡ് ദാറ്റ് ടെക്നോളജി എന്നുള്ളതിനാണ് ശരിക്കും ഞാൻ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇന്ന് ലോകത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് ഒരുപാട് ചൂഷണങ്ങൾ, ഒരുപാട് അക്രമങ്ങൾ, ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്തും ഡാറ്റ പ്രൈവസി എല്ലാ വിഷയം നമുക്ക് അറിയാവുന്ന വിഷയമാണ്. അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ടെക്നോളജികൾ ഇത്രമാത്രം പ്രശ്നവത്തായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിക്കപ്പെടുന്നത് ഈ ടെക്നോളജിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫിലോസഫി കാരണമാണ്. അപ്പൊ ഇന്ന് ലോകത്ത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഹെജമണിക്ക് പ്രസൻസിലുള്ള ഒരു ഫിലോസഫിയായിട്ട് നമുക്ക് വെസ്റ്റേണൈസേഷനെ കാണാൻ പറ്റുന്നതാണ് ഞാൻ കരുതുന്നത്. വെസ്റ്റേണൈസേഷന്റെ പ്രശ്നങ്ങളിൽ പെട്ടതാണ് കൊളോണൈസേഷൻ ആണെങ്കിലും ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നവ ലിബറൽ ആയിട്ടുള്ള എല്ലാ അഴിഞ്ഞാട്ടങ്ങളുടെയും പിന്നിലുള്ള ഫിലോസഫി ആയിട്ടുള്ളത് വെസ്റ്റേണൈസേഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രവാചകനെ നമുക്ക് വെസ്റ്റേണൈസേഷൻ എന്നുള്ള ഒരു പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഫിലോസഫിയുടെ ഒരു പരിഹാരമായിട്ട് നബിതങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു വർക്ക് അഹ്മദുള്ള ഖാസിമിയുടെ തിരുദൂതർ നിയോഗം എന്നുള്ളൊരു വർക്കിൽ ഞാൻ കണ്ടിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു പാർട്ടിൽ കണ്ടിരുന്നു. ആ വർക്കിന്റെ ഒരു അവതരണം തന്നെ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഈ ഒരു ചർച്ചയുടെ അടിത്തറയാണ് ഞാൻ ശരിക്കും കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഞാൻ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു വർക്കിൽ നബിതങ്ങൾ എങ്ങനെയാണ് BC 4-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ദി ഗ്രേറ്റിലൂടെ ലോകത്ത് നടന്ന അന്നത്തെ വെസ്റ്റേണൈസേഷൻ അഥവാ ഹെലനൈസേഷന്റെ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന്, അഥവാ ഇസ്മായിൽസ് എന്ന് പറയുന്നത് ഏറ്റവും ഹനീഫിയുടെ വിഭാഗമായിരുന്നു. പക്ഷെ ഹെലനൈസേഷൻ ആണ് അറേബ്യയെ മലിനവൽക്കരിക്കുന്നത് പറയുന്നത്, അഥവാ അന്നത്തെ വെസ്റ്റേണൈസേഷൻ. അപ്പൊ ആ വെസ്റ്റേണൈസേഷനെ എങ്ങനെയാണ് നബിതങ്ങൾ അഡ്രസ് ചെയ്തു എന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഹെലനൈസേഷനെ നബിതങ്ങൾ അഡ്രസ് ചെയ്ത മെത്തേഡ് തീർത്തും നമുക്ക് അതേ വെസ്റ്റേൺ ഐഡിയോളജികളുടെ പുതിയ നവ ചിത്രത്തിൽ വരുന്ന വെസ്റ്റേണൈസേഷനെ നമുക്ക് ആ മെത്തേഡിലൂടെ പരിഹരിക്കാൻ പറ്റും. ബാക്കി ഞാൻ ഈ ചർച്ചയിൽ എലോബറേറ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളൊരു ലിവിങ് ഇസ്ലാം എന്നുള്ള അപ്പുറത്തേക്ക് പ്രാക്ടീസിങ് മുസ്ലിം അല്ലെങ്കിൽ പ്രാക്ടീസ് ഇസ്ലാം, അതിലൂടെ ആയിരിക്കും നമുക്ക് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇസ്ലാമിലേക്ക് വന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ അന്നത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അറിയാം, അവർ രാത്രി ആയി കഴിഞ്ഞാൽ അവിടുത്തെ വീടുകളിൽ പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, എൻ്റെ മതം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ നബി ഇങ്ങനെയാണ്, മറ്റുള്ളവർ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടോ ചോദിക്കേണ്ടത്. ആ ഒരു ലിവിങ് ഇസ്ലാമിലൂടെയാണ് അവർ, അല്ലെങ്കിൽ ആ പ്രാക്ടീസിങ് ഇസ്ലാമിലൂടെയാണ് അവർ ഇസ്ലാമിനെ അല്ലെങ്കിൽ നബി തങ്ങളുടെ ആശയങ്ങളെ അഡ്രസ്സ് ചെയ്തത്. അപ്പം അവൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ ഈ ഡിജിറ്റൽ യുഗം എന്നുള്ളത് ഏറ്റവും വലിയൊരു രീതിയാണ്. ഇപ്പം നമ്മൾ മാറി ഇവിടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ നടന്നു, അല്ലെങ്കിൽ ഒരുപാട് പ്രസംഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇൻട്രാക്ഷൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ഡിജിറ്റൽ യുഗം ഇന്ന്. അപ്പം ആ ഡിജിറ്റൽ യുഗത്തെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യണം നമുക്ക് എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഞാൻ ഈ ഒരു മൈക്ക് തന്നെ എടുക്കാൻ കാരണം എൻ്റെ ചർച്ച നമുക്ക് എലോബറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അദ്ദേഹം ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയമുണ്ട്, അഥവാ ഡിജിറ്റൽ ഇറയിലേക്ക് നമ്മുടെ ആശയങ്ങൾ കൂടി നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ കൂടി നമ്മുടെ ആശയങ്ങൾ എങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തൊരു പോയിന്റിലേക്ക് കറക്റ്റ് ചെയ്ത് കണക്റ്റഡ് ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം ടെക്നോളജിന്റെ അപ്പുറത്ത് ടെക്നോളജിയിൽ വരുന്ന കണ്ടന്റുകൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിലേക്കാണ് അതിന് ഫോക്കസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ ഇവിടെ കംപ്ലീറ്റ് ചെയ്യില്ല, അപ്പോൾ ഞാൻ അതിന് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അഥവാ നബിതങ്ങളുടെ കാലത്തെ ഹെലനൈസേഷൻ കാരണമാണ് ലിറ്ററേച്ചറിലായാലും അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടാണെന്നുണ്ടെങ്കിലും ഇസ്മായിലൈറ്റ്സ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അറേബ്യയിലെ ജനങ്ങൾക്ക് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥ വരുന്നത്. അപ്പൊ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തെ ഉപയോഗിച്ചു എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നബി തങ്ങളുടെ മൊത്തത്തിലുള്ള യുദ്ധങ്ങളാണെന്നുണ്ടെങ്കിലും തങ്ങളുടെ പോരാട്ടങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്കൊരു 3 രീതിയിലേക്ക് നമുക്ക് അതിന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നൊരു ഹെലനിസ്റ്റിക് ഖുറൈശ് ട്രൈബുകളോടായിരുന്നു. അതിൽ നമുക്ക് ബദ്റാണെന്നുണ്ടെങ്കിലും ഉഹുദ് ആണെന്നുണ്ടെങ്കിലും ഖന്തഖ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഹെലനിസ്റ്റിക് ഖുറൈശ് ട്രൈബിലെ എല്ലാവരും നബികൾ യുദ്ധം ചെയ്തിട്ടില്ല. ഈ ഒരു ഹെലനിസത്തിന്റെ ഇതിന് അടിമപ്പെട്ട ആളുകളോട് നബികൾ യുദ്ധം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ യഹൂദരോട് നബികൾ മുഴുവനായിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. യഹൂദരിൽ തന്നെ ഈ ഹെലനിസ്റ്റിക് ഐഡിയോളജി കൊണ്ടു നടന്നിരുന്ന ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകളോടാണ് നബികൾ യുദ്ധം ചെയ്തിട്ടുള്ളത്. ആ ഒരു ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മദീനയിൽ ചെന്നിട്ടുണ്ടായിരുന്ന ബനു നദീർ, ബനു ഖുറൈള ഇവരോടൊക്കെയുള്ള യുദ്ധം നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. മൂന്നാമതായിട്ട് നബി തങ്ങൾ പിന്നീട് യുദ്ധം ചെയ്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള വെസ്റ്റേൺ ഐഡിയോളജികളോട് തന്നെയായിരുന്നു. അഥവാ അന്നത്തെ ബൈസന്റിയൻ എംപയേഴ്സിലായിരുന്നു പിന്നീട് നബി തങ്ങളുടെ മൊത്തം പോലത്തെ യുദ്ധങ്ങൾ നബി തങ്ങൾ യുദ്ധം ചെയ്തിരുന്നത്. അത് നബി തങ്ങളുടെ അവസാന കാലത്ത് നബി തങ്ങൾ ഉസാമ റളിയല്ലാഹുവിനൊക്കെ അയക്കുന്ന സംഭവം നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നബി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ അല്ലെങ്കിൽ അക്രമങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ള പോരാട്ടങ്ങൾ ശരിക്ക് വെസ്റ്റേണൈസേഷനോട് തന്നെ
ആയിരുന്നു, അല്ലെങ്കിൽ വെസ്റ്റേൺ ഐഡിയോളജികളായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ലിറ്ററേച്ചറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ശരിക്കും അറബികളുടെ ഒരു ധാർമ്മികമായിട്ട് ലിറ്ററേച്ചറിൽ നമുക്ക് ഒരു ഇടിവ് കാണാൻ പറ്റും. കള്ളിനെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും വളരെ അധാർമികമായിട്ടുള്ള കാര്യങ്ങളെ കണ്ടന്റുകൾ വന്നിരുന്നു. പക്ഷെ നബിതങ്ങൾ ഒരിക്കലും അവിടെ ലിറ്ററേച്ചർ എന്നുള്ളൊരു ഫോം ഓഫ് ആർട്ടിനെ നബിതങ്ങൾ നിരാകരിച്ചിട്ടില്ല. മറിച്ച് അവരിലുണ്ടായിരുന്ന ഒരു ഹെലിസ്റ്റിക് ഐഡിയോളജികളെ നബിതങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. റാബിയ സിന്നദിയൊക്കെ അൽ അദ്ബു വസിനദുബിലെ എന്ന് പറയുന്നതിന് വർക്കിൽ പറയുന്നുണ്ട്, നബിതങ്ങൾ അദബിനെ ഒരിക്കലും നിരാകരിച്ചിട്ടില്ല. മറിച്ച് നബി അതിനൊരു ഹ്യൂമാനിറ്റിയുടെ ഇൻസാനിയത്തിന്റെ ഫ്രെയിം വർക്ക് നൽകി എന്നാണ് പറയുന്നത്. ഞാൻ ഈ കുറച്ച് കാര്യങ്ങളിലെ കൂടെ ഒന്ന് ചർച്ച ചെയ്യാമല്ലോ. ആദ്യം ഈ ചർച്ചയ്ക്ക് തുടക്കം വെച്ച് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് ടെക്നോളജിയിലേക്ക് എങ്ങനെ പ്രാക്ടീസിങ് എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച കൊണ്ടുവരണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ടെക്നോളജിയുടെ ഫിലോസഫിയെ കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഏർലിയസ്റ്റ് മോഡലായിട്ട് നമ്മൾ ഗ്രീക്കിനെ കൊണ്ടുവരണം. ടെക്നോളജിയുടെ വേൾഡ് തന്നെ വരുന്നത് ടെക്ന എന്നുള്ള ആർട്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ അരിസ്റ്റോട്ടലിനെ കൊണ്ടുവരുമ്പോൾ അരിസ്റ്റോട്ടൽ പറയുന്നത് ടെക്നയും നാച്ചുറും തമ്മിൽ ഡിഫറൻ്റ് ആണ്. കാരണം നാച്ചുർ എന്ന് പറയുന്നത് അത് റീപ്രൊഡ്യൂസിൻ്റെയും എൻഡും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ടെക്നോളജി അവിടെ ആർട്ട് അത് എന്താ വെച്ചാൽ ഒരു റീപ്രൊഡ്യൂസ് കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുവരുന്നില്ല. പക്ഷെ കുറച്ചുകൂടി മിഡീവൽ കാലഘട്ടത്തിൽ വരുമ്പോഴേക്കും പവർ ഓഫ് നോളജ് വരികയാണ്. അവിടെ അത് ആ പവർ ഓഫ് നോളജിൽ അർത്ഥം വെക്കുന്നതെന്ന് വെച്ചാൽ ഹൗ ഇറ്റ് എംപവേഴ്സ് ദ നാച്ചർ എന്നുള്ളത്. അപ്പോഴാണ് നോളജ് വിജയിക്കുന്നതാണ്. ടെക്നോളജി കുറച്ചുകൂടി പുരോഗമിച്ചു. പുതിയ കാലഘട്ടത്തിൽ ഈ ഫിലോസഫി ഫാദർ ഓഫ് ഫിലോസഫി ഓഫ് ടെക്നോളജി എന്നറിയപ്പെടുന്ന ഏർണസ്റ്റ് ക്യാപ്പ് അദ്ദേഹം പറയുന്നൊക്കെ ആശയങ്ങളുണ്ട്. എലമെന്റ്സ് ഓഫ് ദി ഫിലോസഫി ഓഫ് ദി ടെക്നോളജിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഓൺ എഫിഷ്യൻസി എന്നുള്ളതാണ് ടെക്നോളജി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എംപവേഴ്സ് ദി നാച്ചർ, അവിടെയാണ് ഇതിന്റെ വിഷയം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നു മുസ്ലിം ഒരു ഇസ്ലാമിക് വേൾഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്, ഇസ്ലാമിക് ഒരു പാരഡിം അവിടെ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മസ്ലഹ എന്താണ്, പബ്ലിക് ഗുഡ് എന്താണെന്ന് ചർച്ച ചെയ്യണം. ഇപ്പോൾ ഗസാലിയുടെ ഒക്കെ മക്കാസിദ് ശരിയക്കകത്ത് നെഫ്സും മാലും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മസ്ലഹ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് 3 തരമായി തിരിക്കാം. ഒന്ന് ലറൂറിയ, അതായത് എന്തായാലും നിർബന്ധമായിട്ട് എസെൻഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിനകത്താണ് നമ്മൾ മസ്ജിദൊക്കെ നിർമ്മിക്കുമ്പോൾ ഇന്നർ പ്രയർ ഹാൾ നിർമ്മിക്കുമല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ എങ്ങനെ പ്രവാചകന്റെ ആധുനികപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി അതിനകത്ത് പ്രവാചകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ഒരു വീഡിയോ ടെലികാസ്റ്റൊക്കെ പള്ളീൻ്റെ ഒരു ഭാഗത്തിലൂടെ തന്നെ വരണം എന്നുള്ളതാണ്. അപ്പം അതൊരു അത്തരത്തിൽ ഇപ്പം അതിന് അത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിക്കുന്നതാണ്. ഹുസൈൻ നസറൊക്കെ ആ ഒരു എസെൻഷ്യലിസ്റ്റ് ലൊറൂറിയയിൽ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴൊക്കെ സെക്കുലറിസ്റ്റ് മോഡൽ ഞാൻ ഇദ്ദേഹത്തെ എതിർക്കുകയാണ്. കാരണം സെക്കുലറിസ്റ്റ് മോഡൽ വരുമ്പോൾ അവിടെ തകർന്നു വന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക് ആർക്കിടെക്ചർ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രൊഫറ്റിൻ്റെയൊക്കെ ഇൻക്ലൂസീവ് അതിൻ്റെ ഇൻക്ലിക്കേഷൻ ഓഫ് വാല്യൂസ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ലൊറൂറി എത്രത്തോളം മനസ്സിലാക്കണം. രണ്ടാമത് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി നീഡ്സ് ആണ്. അതിനകത്ത് ഞാൻ പറയുന്നു ആൽക്കഹോളൊക്കെ കൊണ്ടുവരുന്നത് അത് മെഡിസിനിൽ ഉപയോഗിക്കണം എന്നുള്ളത്, അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് പ്രവാചകൻ്റെ വാല്യൂസിന് ഉപയോഗപ്പെടും. അപ്പോൾ ഇൻക്ലിക്കേഷൻ ഓഫ് വാല്യൂസ് അവിടെ ഉണ്ടാവും. അപ്പോൾ മൂല്യച്ഛതി നഷ്ടപ്പെടുകയില്ല എന്നുള്ളത്. മൂന്നാമതായിട്ട് അവിടുന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് നമ്മൾ ഇവിടെ എന്ത് ആവശ്യം ഹാജ് ചെയ്യുക, ടു ബി ബെറ്റർ ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ പുറത്ത് സ്വതക്ക കൊടുക്കുമ്പോൾ ഇറ്റ്സ് ടു ബി ബെറ്റർ, കുറച്ചുകൂടി ബെറ്റർ ആൾട്ടർനേറ്റീവിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ എങ്ങനെ ഇത്തരത്തിലുള്ളൊരു മുസ്ലിം വേൾഡ് വ്യൂ, അതും തന്നെ ബേസിക്കലി എങ്ങനെ മസ്ലഹയിൽ ബേസ് ചെയ്തിട്ട് ഒരു മുസ്ലിം വേൾഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ടെക്നോളജിയുടെ യഥാർത്ഥ ഫിലോസഫിയുമായിട്ട് അത് മുന്നോട്ട് പോകുന്നുള്ളതാണ്. കാരണം മാർട്ടിൻ ഹെയ്ഡ്ഗർ അതുപോലെ തന്നെ ഹെർബർട്ട് ഡ്രൈഫസ് ഒക്കെ അവരുടെ പുസ്തകങ്ങൾ 1923 ആ പുസ്തകത്തിലൊക്കെ മാർട്ടിൻ ഹെയ്ഡ്ഗർ ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ്. അതായത് അവിടെ ഡേസി എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതായത് മനുഷ്യന്മാർക്ക് മരണപ്പെടാനുണ്ട് എന്നുള്ള ഒരു ബോധം കിട്ടുമ്പോൾ അതേ ഗെറ്റ് അണ്ടർസ്റ്റാൻഡ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ടെക്നോളജി യൂട്ടിലൈസ് ആവുക എന്നുള്ളതാണ്. അപ്പോഴാണ് പ്രവാചകനെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോഴാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഹെർബർട്ട് ഡ്രൈഫസ് കമ്പ്യൂട്ടറുകൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തും അദ്ദേഹം കൊണ്ടുവന്നത് ഇത് തന്നെയാണ്. ആ മൊറാലിറ്റിയെ മോർട്ടാലിറ്റിയെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ മൂല്യങ്ങൾ, പ്രവാചകന്റെ പഠനങ്ങൾ ഈ ലോകത്തേക്ക് ഉപകാരപ്പെടുന്നത് എന്നതാണ്. ടെക്നോളജി ബേസ്ഡ് നമ്മൾ ചർച്ചകൾ കൊണ്ടുപോകുമ്പോൾ നവ സമൂഹത്തിൽ വളരെ സാങ്കേതിക വിദ്യ ഉയർന്നു വന്ന ഈ ഒരു സമൂഹത്തിലുള്ള പ്രവാചകനെ നമ്മൾ പരിചയപ്പെടുത്തുക എന്നുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുപരി നമ്മുടെ നവസമുദായത്തെക്കുറിച്ച് അല്ലെങ്കിൽ ന്യൂ ജനറേഷനെ കുറിച്ചുള്ള കൃത്യമായി അവർ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ജനറേഷന് മതവിഷയങ്ങളിലെല്ലാം താല്പര്യം കുറഞ്ഞു വരികയാണ്. മതകാര്യങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരോട് അതിനെ എക്സ്പ്രോസ് ചെയ്ത് പറയുമ്പോൾ അവരതിന് താല്പര്യമില്ല. ഇതൊന്നും മോഡേൺ ചിന്തകളോട് അല്ലെങ്കിൽ മോഡേൺ താല്പര്യങ്ങളോട് ഇതൊന്നും പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ള തരത്തിലേക്ക് അവരെ ആ രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു സമയമാണിത്. അതായത് നവസമുദായങ്ങൾ യുവാക്കളാണെങ്കിൽ പോലും അവരുടെ ആ ന്യൂ ജനറേഷനിലേക്ക് നബിയുടെ എല്ലാം ചരിത്രങ്ങളിൽ കൂടുതൽ അവരിലേക്ക് എത്താത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അവരാ ഒരു പ്രവാചകനെ മതത്തിന്റെ ആ ഒരു ഇതിൽ നിന്ന് കണ്ടുകൊണ്ട് പ്രവാചകന്റെ പാഠങ്ങളെ ഒരു മടുപ്പായിട്ട്
പഠിക്കുന്ന കാലമാണ്. അപ്പം നമ്മുടെ പ്രവാചകന്റെ ആ രീതിയിലുള്ള ചരിത്രങ്ങളെ നാം മനസ്സിലാക്കണം. പ്രവാചകൻ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ സഹാബിമാര് അവിടെ അമ്പെയ്ത്ത് മത്സരം നടക്കുന്നുണ്ട്. അപ്പം നബി അതിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ സഹാബിമാരൊന്ന് നിർത്തിവെച്ചു. ആ സമയത്ത് നബി പറഞ്ഞു, വേണ്ട, നിങ്ങൾ കളിക്കും, ഞാനൊന്ന് കാണട്ടെ എന്നുള്ളതായിരിക്കും, ഞാൻ ഈ ഒരു ടീമിന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവിടെയുള്ള ആ നബിയുടെ ആ പെരുമാറ്റം മാത്രമല്ല, എന്നിട്ട് അപ്പം മറുഭാഗം അവിടെ കളിക്കുന്നില്ല. അപ്പൊ നബി പറഞ്ഞു, എന്ത് നിങ്ങൾ കളി തുടരാത്തെന്ന് ചോദിച്ചപ്പോൾ നബി അവരുടെ കൂടെയല്ല, അപ്പൊ എന്തായാലും കളി എന്തായാലും അവരല്ലേ ജയിക്കുള്ളൂ. ആ രീതിയിൽ എന്നിട്ട് നബി അവരുടെ രണ്ടുപേരുടെയും പക്ഷത്താണെന്ന് പറഞ്ഞിട്ട് ആ കളി സമനിലയിൽ അവസാനിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നബിയുടെ ആ ന്യൂ ജനറേഷൻ ഇന്ന് നാം ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ രീതിയിലുള്ള നബിയുടെ സംഭവങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ മാത്രമല്ല, നബിയുടെ ഈ ഒരു പഠനങ്ങൾ അല്ലെങ്കിൽ നബിയുടെ നബി പറയുന്ന മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതെല്ലാം മോഡേണിസത്തോട് അല്ലെങ്കിൽ മോഡേൺ ചിന്തകളോട് യോജിച്ചു പോകുന്നില്ല എന്ന് പറയാറുണ്ട്. നാം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ മോഡേൺ ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, പ്രതിസന്ധി ഘട്ടങ്ങളാണ് ഇന്ന് ന്യൂ ജനറേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെങ്ങനെ തരണം ചെയ്യണം, അതല്ലേ നബി പഠിപ്പിച്ചു തന്നതും നബി ജീവിച്ച് കാണിച്ചു തന്നതും. അവരിപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടും ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടും നിരവധി ക്ലാസ്സുകളും മറ്റും കേൾക്കുന്നു. അതാണ് ഇപ്പോഴത്തെ മോഡേൺ ന്യൂ ജനറേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ആ രീതിയിൽ നബിയും ജീവിതത്തിൽ എങ്ങനെയായിരുന്നു നബി നേരിട്ട പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ എങ്ങനെയായിരുന്നു നൈതികമായിട്ട് ധാർമ്മികമായിട്ട് നബി തങ്ങൾ എങ്ങനെയായിരുന്നു അതിനെ നേരിട്ടിരുന്നത്, എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന തരത്തിലേക്ക് നാം ആ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തരത്തിലേക്ക് നാം പ്രവാചകന്റെ കാര്യങ്ങളെ നാം മുന്നോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ വിഷയത്തോട് എൻ്റെ ഒരു ആർഗ്യുമെന്റേഷന് ചെറിയൊരു ചായ ഉണ്ടായതുകൊണ്ട് മൈക്കെടുത്ത് പറയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ കാര്യങ്ങളും ഫിലോസഫിയോ ടെക്നോളജി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകയിലേക്കുള്ള അഡ്വൈസുകളും അതിന്റെ എത്തിക്സുകളും അത് നമ്മുടെ സമൂഹത്തിലേക്ക് അഡാപ്റ്റിവിറ്റി ആണോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് ഒരു കൺസ്ട്രക്റ്റഡ് ഡെമോക്രസിക്കുള്ളിലാണ്. അത് സ്വാഭാവികം, നമ്മൾ ഒരു ഭരണകൂടത്തിന് കീഴിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ കഴിഞ്ഞ ഒരു പ്രോഗ്രാം ഡിസ്കഷനിൽ നമ്മളിങ്ങനെ വെറുതെ ചർച്ച എടുത്തു, അത് ഇന്നത്തെ ഡെമോക്രസിക്ക് പകരം എന്തുകൊണ്ട് റസൂലുള്ളാഹിനെ ശരിയായ ബേസ്ഡ് ഡെമോക്രസി എന്തായിക്കൂടാ കൊണ്ടുവന്നുകൂടാനുള്ള ചർച്ച വലിയ ഒരുപാട് ആർഗ്യുമെന്റേഷൻ നടന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ചർച്ചകൾ ഡെമോക്രസി ഉണ്ടായിട്ട് ഏകദേശം 200 വർഷമായിട്ടുണ്ടാവും. അതിന് മുമ്പൊക്കെ ഇസ്ലാമിക ലോകം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു വേൾഡ് കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് ഒരു ഇപ്പോഴത്തെ ഡെമോക്രസിക്ക് അപ്പുറത്തെ ഡെമോക്രസിക്കാണ്. അത് ജനങ്ങളുടെ ആധിപത്യം ഉണ്ടാവും ചെയ്യും, അതിനപ്പുറത്തും ഉണ്ടാവും. ഞാൻ പറയുന്നത് മൊത്തമായിട്ട് അതിനെ അങ്ങനെ എടുക്കുന്നതല്ല, അതിന് യഥാർത്ഥ ബേസിൽ നിന്ന് അതിന്റെ എക്സിസ്റ്റൻസിനോട് അതിനെ വായിക്കേണ്ടതാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് മദീന അതല്ലെങ്കിൽ അത് എത്രത്തോളം പ്രാക്ടിബിൾ ആണ്, അത് ഈ നൂതന കാലത്ത് പ്രവാചകനെ പരിചയപ്പെടുത്താൻ വിധാനം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മോഡേൺ ഐഡിയോളജിയിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവരിക? ഇപ്പോഴത്തെ സൂറത്തുൽ ഫാത്തിഹ മാത്രം ബേസ് ചെയ്ത ഒരു വർക്ക് യഖീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഫസർ ഡോക്ടർ യാസിർ ഖാൻ വർക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ന്യൂറോളജിസ്റ്റ് ആണ്, അദ്ദേഹത്തെ വർക്ക് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ മുഖദ്ദിമയിൽ വായിലല്ലാക്കിന്റെ ഒരു കോട്ട് പറയുന്നുണ്ട്. അതായത് വായിലല്ലാക്ക് പറയുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അതായത് ലോകത്തിന് എന്തില്ല പ്രവാചക വിധികൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ലോകത്ത് എന്താ പറയാ മനുഷ്യനാണ് നമ്മൾ എന്തിനാണോ ജീവിക്കുന്നത്. ഇവിടെ ഡെലൂഷൻ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞത് അതായത് മരണത്തെ മോർട്ടാലിറ്റി പേടിച്ചുകൊണ്ടുള്ള ജീവിതം, എന്നാൽ ഇന്നർ മീനിങ് ഓഫ് ലൈഫ്, ഇന്നർ ബീയിങ് ഓഫ് ലൈഫ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ എന്താണ് ആ ഒരു ചർച്ചക്കൊടുവിൽ അങ്ങനത്തെ ചിന്താഗതികൾ മനുഷ്യൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനർത്ഥം ഇസ്ലാം അതായത് സൈക്കോ എപ്പിസ്റ്റമിക് ഡിസോർഡർ സാധ്യത വിളിക്കുന്നത് വായിലല്ലാക്ക്. അപ്പൊ ആ വിഷയത്തൊക്കെ കേരളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നാട്ടുപുറത്തൊക്കെ വിഷയങ്ങൾ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, അറ്റ്ലീസ്റ്റ് നമ്മൾ വീടിന്റെ അടുക്കളയിലും എല്ലാത്തിലും ഇസ്ലാമിക ഐഡിയോളജികൾക്ക് പണ്ട് പരിഹാരം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്താണ് ഇന്ന് പല ഒബ്ജക്റ്റീവുകളായിട്ട് എന്താണ് സബ്ജക്റ്റീവ് ടൈപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പോസ്റ്റ് ഇന്റലക്ച്വൽ ഒരു ഹിസ്റ്ററിയിൽ അതേപോലെ ട്രാൻസ്ലേഷൻ വർക്കുകൾ അതുപോലത്തെ വർക്കുകൾക്ക് ഇത് ഡിസ്കസീവ് ആയിട്ട് അല്ലെങ്കിൽ ആ ട്രഡീഷണാലിറ്റി എന്താകുന്നുണ്ട് വല്ലാതെ ഈ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഐഡിയോളജികളെ ആദർശങ്ങളൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് അതായത് ഈ കൺസ്ട്രക്റ്റഡ് ആയ ഡെമോക്രസിക്ക് പകരം ഈ ഒരു ഷാത്തിബി അതുപോലെ തന്നെ ഗസാലി ഇമാമിന്റെ വർക്കുകൾ, ഗസാലി ഇമാമൊക്കെ മുഖദ്ദിമ പറയുന്നത് ഇന്നി ലാ നറു ഇലാ ഷൈഇൻ ഇല്ലാ ബാത്തിനതി അല്ലാഹു. അത് ഒരു കാര്യത്തിന്റെ ഉള്ളിലേക്കും പുറമെ നോക്കാൻ ഉണ്ടാവില്ല. ഞാൻ ഒരാളെയും വർഷിച്ചിട്ടില്ല ആളാണ്. അപ്പൊ അത്രയും ഒരു അതോറിറ്റി ആയുള്ള സ്റ്റഡിയിൽ നിന്ന് റസൂലുള്ളാഹിനെ പഠിച്ച ഒരാൾ അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോകം അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ മോഡേൺ മെത്തഡോളജിയേക്കാൾ ക്ലാസിക്കൽ മെത്തഡോളജി കൊണ്ടുവരുമ്പോൾ സബ്ജക്റ്റീവ് ബേസിലാണെങ്കിലും ഒബ്ജക്റ്റീവ് ബേസിലാണെങ്കിലും എന്താണ് റസൂലുള്ളാഹിന്റെ ഐഡിയോളജികളെ മോഡേൺ ഐഡിയോളജി കൃത്യമായിട്ട് അഡാപ്റ്റബിൾ ആക്കാനും അത് ബിയോണ്ട് തിയറി ബിക്കം എ പ്രാക്ടിക്കൽ മോർ യൂസ്ഫുൾ. മനസ്സിലാക്കുന്നത് നമ്മൾ പിന്നെ ചർച്ചയുടെ ഡയറക്ഷൻ കൊണ്ടുപോകും. നമുക്കിപ്പോൾ നൽകപ്പെട്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജനതയ്ക്ക് നമ്മുടെ ഒപ്പം ജീവിക്കുന്ന സാധാരണക്കാരിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചർച്ച കൊണ്ടുപോകും. അവിടെ എങ്ങനെ പ്രാക്ടിക്കലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ മനസ്സിലാക്കേണ്ട രൂപമുണ്ട് എന്ന് പറഞ്ഞാൽ
ഇസ്ലാമിന് എന്തോ വലിയ ഒരു നിയമക്കൂടായിട്ട് കരുതപ്പെടുന്ന ഒരു സമുദായത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ലോക്കൽ പീപ്പിൾസിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ചർച്ച കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ പലപ്പോഴും ഇസ്ലാം നമ്മളൊക്കെ പിന്നെ മദ്രസകളിൽ പഠിച്ചതാണെങ്കിലും മറ്റൊക്കെ ഇസ്ലാം അത് ചെയ്യരുത്, ഇങ്ങനെ പിന്നെ കാട്ടാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ പിന്നെ അള്ളാഹുവിൻ്റെ നരകമാകുന്ന ശിക്ഷ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ മലക്കുകൾ പിന്നെ ഇരുമ്പിൻ്റെ കമ്പി കൊണ്ട് അവരെ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടീച്ചിങ് ആണ് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് പകരം പിന്നെ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ സ്വഹാബത്തിന് എങ്ങനെയാണോ ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തത്, ഒന്നാമതായിട്ട് അവിടുത്തെ ജീവിതം, അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപനങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ പിന്നെ അടുക്കാനുള്ള മാർഗങ്ങൾ, ആ ഒരു രീതിയിലേക്കാണ് നമ്മളെ ചർച്ച കൊണ്ടുപോകേണ്ടത് എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്, ഇവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു പുതിയ കാലത്ത് ടെക്നോളജിയിലൂടെ, ഈ ഒരു ലോകത്തിലൂടെ നമ്മുടെ പ്രാക്ടിക്കൽ ലിവിങ് അല്ലെങ്കിൽ ഈ ഒരു ഇസ്ലാമിക് വേൾഡ് വ്യൂ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ നമ്മൾ അല്ലെങ്കിൽ ഇത് നേരിട്ട് നബിയുടെ പാഠങ്ങൾ ഇത്തരം ഒരു വേൾഡ് വ്യൂ ടെക്നോളജിയിലൂടെ ഇസ്ലാമിക് വേൾഡ് വ്യൂ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ ലിവിങ് ഈ ടെക്നോളജിയിലൂടെ ഘട്ടം ഘട്ടമായിട്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതിന് പകരം ഓരോ കാര്യങ്ങൾക്ക് കൃത്യമായ ഇടപെടലുണ്ട്. ഓരോ കാലത്തും ഈ ഒരു പുതിയ കാലത്ത് തന്നെ ഓരോ ടൈമിലും ഇങ്ങനെ ആളുകളുടെ ഇടയിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ മുസ്ലിം ലോകം തന്നെ ഘട്ടം ഘട്ടമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നബി തങ്ങളുടെ ഈ പാഠങ്ങൾ, മുന്നേ പറഞ്ഞ ഈ കമ്മ്യൂണിസം, റേസിസം കാര്യങ്ങളിലൊക്കെ ഉള്ള നബി തങ്ങളുടെ പാഠങ്ങൾ ഘട്ടം ഘട്ടമായി അതിൻ്റെ അവസരങ്ങൾ വരുമ്പോൾ ജനങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ച് കൊടുക്കുമ്പോഴായിരിക്കും ഒന്നുകൂടി ഈ ഒരു ടെക്നോളജിയിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു വേൾഡ് വ്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സെക്കുലറിസ്റ്റ് അല്ല എന്നിവിടെ ഒരാൾ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടന പ്രധാനത്തിലുള്ള സെക്കുലറിസ്റ്റ് ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഞാൻ വാദിച്ചത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത്രയേറെ ആക്രമിക്കുകയും അതുപോലെ തന്നെ അത്രയേറെ കുറ്റം പറയുകയും പട്ടിണിക്കിടയും ഉപരോധിക്കുകയും ചെയ്ത സ്വന്തം നാട്ടിലേക്ക് ഫത്വ മക്കയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് അത്രയും വളരെയധികം ലോലമായിട്ടും എല്ലാവരെയും, എല്ലാ ക്രൈസ്തരാവട്ടെ അതല്ല യഹൂദന്മാരാവട്ടെ എല്ലാവരെയും ഒരുപോലെ അംഗീകരിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കടന്നു വരുന്നത്. തന്റെ വീടുകളിൽ മുസ്ലിം ആവട്ടെ അല്ലെങ്കിൽ മറ്റേത് മതക്കാരാണ്, യഹൂദരാവട്ടെ ഏത് മുശ്രിക്കുകളാവട്ടെ ആരാണെങ്കിലും തന്റെ വീടുകളിൽ അഭയം പ്രാപിച്ച് തങ്ങൾ ഏതൊരു മതത്തിലാണോ നിലവിലുള്ളത് ആ മതത്തെ അനുകരിച്ച് ആ മതത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അതിനു മുമ്പ് തന്റെ കഅബയിലെ ചാവി കൈവശം വെച്ചിരുന്ന ആളാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചാവി കൊടുക്കൂല എന്ന് പറയുന്ന, അത് നിഷേധിക്കുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. ഇതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയിട്ട് തന്റെ കയ്യിൽ ഈ ഒരു ചാവി കിട്ടുമ്പോൾ ഞാൻ ഇതിന് മറുപടി തരാം, ഇതിന് പ്രതികാരം ചെയ്യാമെന്ന് പറഞ്ഞ പ്രവാചകൻ വന്നിട്ട് ആ ഒരു മുസ്ലിം അല്ലാത്ത ഒരു അമുസ്ലിമായ ആളോട് പ്രവാചകൻ പറയുന്നത് ഇത് കയ്യിൽ വെക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇതിനൊന്നും എതിർക്കുകയല്ല, ഇതിനെ അംഗീകരിക്കാതിരിക്കുകയല്ല, ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അവതരണത്തിൽ ജോർജ് ബെർണാഡ് ഷോ പറഞ്ഞു എന്ന് പറഞ്ഞു അല്ല, മൈക്കിൾ എച്ചാട്ട് തന്റെ 100 ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ആളുകളിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി എണ്ണുന്നത് പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞത് ചില ആളുകൾ ചോദ്യം ചോദിച്ചു വന്നേക്കാം, ചില ആൾക്കാർ അത്ഭുതപ്പെടുത്തിയേക്കാം. പക്ഷെ ഞാൻ പറയുന്നു അദ്ദേഹം റിലീജിയസ് ആയിട്ടും സെക്കുലർ ആയിട്ടും രണ്ടും പറഞ്ഞിട്ടുണ്ട്. റിലീജിയസ് ആയിട്ടും സെക്കുലർ ആയിട്ടും അദ്ദേഹം ഒരേ ഒരു ലോകത്തിലെ സ്വാധീനിച്ച ഏറ്റവും മികച്ച വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ മുസ്ലിം വേൾഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ പബ്ലിക് ഗുഡിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ലൊറൂറിയ വരും. അപ്പം അവിടെ ലൊറൂറിയ വരുമ്പോൾ ഈ ഹുസൈൻ നസറൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ സെക്കുലറിസ്റ്റ് ഐഡിയോളജീസ് സാധനങ്ങൾ വരുമ്പോൾ ഈ ഇന്നർ പ്രേയർ ഹാൾ എന്നുള്ളത് ഇസ്ലാമിക് ആർക്കിടെക്റ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അത് അവിടുന്ന് നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു മൂല്യച്യുതിയെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവിടെ ആ സെക്കുലറിസ്റ്റ് ഐഡിയ അല്ല ഏറ്റവും ബെറ്റർ എന്നുള്ളത്. കാരണം അവിടെ അതല്ല ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം അവിടെ സെക്കുലറിറ്റിയിൽ കുറച്ചുകൂടി റിലീജിയസ് ആയിട്ട് കുറച്ചുകൂടി സെക്കുലർസ് ഉണ്ട്, റിലീജിയസ് ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുക്കാൻ റിലീജിയസ്. ഇന്ത്യ സെക്കുലറിസ്റ്റ് കൺട്രി ആണോ? ആണ്. ഇന്ത്യയിൽ പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം അത്ര അധികം വളരുന്നില്ല?
എന്തുകൊണ്ട് ഇസ്ലാമിനെ ഇവിടെ മൂല്യച്യുതി നഷ്ടപ്പെടുന്നുണ്ട്? വെസ്റ്റേൺ അപ്പുറത്ത് ഉള്ള ഒരു ഇത്തരത്തിലുള്ള സെക്യുലറിസ്റ്റ് മോഡലുണ്ട്. അവർ സെക്യുലറിസ്റ്റ് മോഡലിനെ കാണുന്നത് വേറൊരു പെർസ്പെക്റ്റീവിലൂടെയാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഒരു സെക്യുലറിസം മോഡലിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റിലീജിയൻസ് തന്നെയാണ്. കാരണം അതിലൂടെയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന മുസ്ലിം വേൾഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. ഞാൻ പറയുന്ന കഥകൾ നിങ്ങളുടെ പ്രവാചകന്റെ സെക്യുലറിസ്റ്റ് മോഡൽ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ എതിർക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അത് എങ്ങനെ ഈ നൂതന സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ അത് ഇങ്ങനെ പ്രാക്ടിക്കൽ ആകും എന്നുള്ളിടത്താണ്. അവിടെ വെച്ച് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഡിസ്കഷൻ എനിക്ക് നല്ലൊരു ചർച്ചയായിട്ട് തോന്നി. അഥവാ ഇപ്പോൾ ഞങ്ങൾ റിലീജിയസ് പേഴ്സണിൽ എന്നുള്ള പെർസ്പെക്റ്റീവ് ഇപ്പോൾ ഞങ്ങൾ വായിക്കുന്നതും ഒരു സെക്യുലർ പെർസ്പെക്റ്റീവ് നിന്ന് ഇപ്പോൾ ഞങ്ങൾ വായിക്കുന്നതും. ഇവിടെ മൈക്കിൾ അച്ചാട്ടിൻ്റെ ദി 100 എന്നുള്ള വർക്കിനെ മെൻഷൻ ചെയ്തു. ആ വർക്കിൽ അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് എണ്ണുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൂടെ ചർച്ച ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒന്ന്, ഇപ്പോൾ ഞങ്ങൾക്ക് റിലീജിയസ് മേഖലകളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, സെക്യുലർ മേഖലകളിൽ ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഉപരി അദ്ദേഹം ഒരു മനോഹരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നബിതങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു പക്ഷേ നബിതങ്ങളെക്കാൾ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ വേണമെങ്കിൽ യേശുക്രിസ്തു ആകാം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശേഷം ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോപ്പുണ്ട്, എനിക്ക് പേര് ഓർമ്മയില്ല, അദ്ദേഹം ആകാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പ്രോഫറ്റ് വാസ് എ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. പ്രോഫറ്റ് വാസ് എ യൂണിവേഴ്സിറ്റി. ഇപ്പം ഞങ്ങളൊരു സർവകലാശാല ആയിരുന്നു. അതിൽ നമുക്ക് ഒരു സ്നേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പറയാം, അതേപോലെ കരുണയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, വിട്ടുവീഴ്ചയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഉപയോഗിച്ച വാക്കുന്നുള്ളത് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിനോടൊക്കെ യോജിക്കുന്നു. പക്ഷേ ഒരു പക്ഷേ വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആർഗ്യൂ ചെയ്യാം, യേശുക്രിസ്തു നല്ലൊരു സഹനത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്, സ്നേഹത്തിന് കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ അതിനൊക്കെ അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കൊടുക്കുന്ന ഒരു കോർ പോയിന്റ് ഉണ്ട്. അഥവാ നബിതങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാത്തൊരു ഗ്രൗണ്ടിൽ നിന്നായിരുന്നു നബിതങ്ങൾ ഇതൊക്കെ പടുത്തുയർത്തിയെന്ന് പറയുന്നുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ കാലത്താണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഏത് കാലത്താണെന്നുണ്ടെങ്കിലും ദേവസ്ഥ ഗ്രൗണ്ട്. പക്ഷെ നബിതങ്ങൾ നിരക്ഷരരായിരുന്ന അധാർമികരായിരുന്ന ഒരു സമുദായത്തിൻ്റെ ഒരു ഡാർക്ക്നെസ്സിൽ നിന്നാണ് ലൈറ്റ്നെസ്സിനെ കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലേക്കല്ല എൻ്റെ ഫോക്കസ് വരുന്നത്. പക്ഷെ ഇവിടെ നടന്നൊരു ഡിസ്കഷൻ റിലീജിയസ് പെർസ്പെക്റ്റീവും അല്ലെങ്കിൽ സെക്യുലർ പെർസ്പെക്റ്റീവും, ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് രണ്ടൊരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള കാര്യമില്ല. മറിച്ച് ബൂത്തിമാമ് തൻ്റെ ഫിക്കോസിയറിൻ്റെ ഒരു സാധനം, ഫിക്കോസിയറിൻ്റെ ഒരു മെത്തഡോളജി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നബിതങ്ങൾ വായിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ച്. അപ്പോൾ ഇവിടെ മൈക്കിൾ അച്ചാട് ശരിക്കും നബിതങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിലീജിയസ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് നബിതങ്ങളെ തോന്നാം. അതൊരിക്കലും നബിതങ്ങൾ അല്ലെങ്കിൽ സെക്യുലറിസം ഈസ് റിലീജിയസ് എന്നുള്ളൊരു ചർച്ചയിലേക്കല്ല വരേണ്ടത്. ഞാൻ അതിനെ മറിച്ച് അവിടുന്ന് കാണുന്നത് ആരാണ് നബിതങ്ങളെ വായിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നബിതങ്ങൾ എന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട് ഒരു കടൽ പോലെയാണ്. ആ കടലിൻ്റെ അടുത്ത് വന്ന് ആളുകൾ സ്വീകരിക്കുന്ന പെർസീവ് ചെയ്യുന്നത് പല പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും. ഇപ്പോൾ ശരിക്കും ഫിക്ക് ആണെന്നുണ്ടെങ്കിലും തിയോളജി ആണെന്നുണ്ടെങ്കിലും വേറെ ഏതാണെന്നുണ്ടെങ്കിലും നബിതങ്ങളുടെ ജീവിതത്തെ അവരുടെ കണ്ണുകളിലൂടെയുള്ള ഒരു വായനയാണ്. ഇപ്പോൾ സൂഫിസം വരുന്നതാണെങ്കിലും ശരീഅത്ത് വരുന്നതാണെന്നുണ്ടെങ്കിലും ഇൽമുൽ കലാം വരുന്നൊക്കെ ആണെങ്കിലും നബിതങ്ങൾ എന്നുള്ള ഒരു ജീവിതത്തിൻ്റെ വ്യത്യസ്ത കോണിൽ നിന്നുള്ള വായനയാണ്. അപ്പോൾ ഒരു സെക്യുലറിസ്റ്റ് നബിതങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് സെക്യുലർ ഐഡിയോളജികളോട് അലൈൻഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നബിതങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഒരു റിലീജിയസ് ആൾ വായിക്കുകയാണെങ്കിൽ റിലീജിയസ് കാര്യം കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു കോർ, ഇതിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും, റിലീജിയസ് പെർസ്പെക്റ്റീവിൽ നബിയെയും ഒരു സെക്യുലർ പെർസ്പെക്റ്റീവിൽ നബിയെയും എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമൺ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബൂത്തിമാമ അതിൽ പറയുന്നത്. പിന്നെ നബിതങ്ങളുടെ സീറ ഹുസൈൻ ഐക്കൽ അല്ലെങ്കിൽ വഹീദുദ്ദീൻ ഖാൻ ഇവരൊക്കെ നബിതങ്ങൾ സീറ രചിച്ചിട്ടുണ്ട്. ഇവർ നബിതങ്ങൾ വളരെ സെക്യുലറായിട്ട് ഒരുപാട് മോറൽ കാര്യങ്ങൾ നബിതങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നു വാദിക്കുന്നു. പക്ഷേ ബൂത്തിമാമ അവരോടൊക്കെതിരെ ആർഗ്യൂ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നബിതങ്ങളുടെ സമറത്തുകളെയാണ് അവർ പിടിച്ചത്, ഫ്രൂട്ട്സിനെയാണ് നബിതങ്ങൾ പിടിച്ചത്. പക്ഷേ ആ ഫ്രൂട്ടിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള റൂട്ട് കോസുകൾ എന്തായിരുന്നു എന്ന് അവർക്ക് മിസ് ചെയ്തു. അതാണ് ശരിക്കും റെവലേഷൻ എന്ന് പറയുന്നത്. സോ റെവലേഷൻ ഇസ് ദ സോഴ്സ് ഓഫ് എവറി നോളജ് എന്നുള്ളൊരു കോർ ആർഗ്യുമെൻ്റാണ് ബൂത്തിമാമ കൊണ്ടുവരുന്നത്. അപ്പോൾ റെവല്യൂഷൻ ആയിരുന്നു നബിതങ്ങളുടെ സെക്യുലർ ആയാലും റിലീജിയൻ ആയാലും ഏത് പെർസ്പെക്റ്റീവിൽ നിന്നുള്ള നബിതങ്ങളുടെ ഏറ്റവും ഐഡിയൽ മോഡൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം റെവല്യൂഷൻ ആയിരുന്നു. അപ്പോൾ റെവല്യൂഷൻ ഈ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. അതെ, പ്രവാചകന്റെ ആ ഒരു ഇത് പറഞ്ഞു. അതായത് ഒരു കടലിൽ നിന്ന് നമ്മൾ ഏതൊരു പ്രവാചകന്റെ പഠനത്തെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഒരു കടലിൽ നിന്ന് ഒരു കുരുവി ഒരു വെള്ളം കുടിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഏത് രീതിയിൽ നമ്മൾ പ്രവാചകനെ നമ്മൾ സ്വീകരിക്കുന്നത്, സെക്യുലർ ആയിട്ടുള്ള ഒരാൾ വായിക്കുമ്പോൾ പ്രവാചകന് ആ രീതിയിലുള്ള മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മറ്റു മതവിഷയങ്ങളായി നമുക്കും അങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു ന്യൂ ജനറേഷൻ പ്രവാചകനെ പരിചയപ്പെടുന്ന രീതിയിൽ, അതായത് ന്യൂ ജനറേഷൻ കൂടുതൽ തെറ്റുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ജീവിതത്തിൽ കൂടുതൽ തെറ്റുകളിലേക്കും മറ്റു അവസ്ഥകളിലേക്കും ജീവിതമാകെ കുടുസായിക്കൊണ്ട് ജീവിതത്തിലുള്ള മനസ്വാസ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷനാണ് നമ്മുടെ സമകാലിക ലോകത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ന്യൂ ജനറേഷനോട് പ്രവാചകനെ പരിചയപ്പെടുത്തേണ്ടത്, പ്രവാചകൻ പറഞ്ഞ ആ അള്ളാഹുവിന്റെ മുമ്പിൽ ഏത് തെറ്റു ചെയ്തവനും മാപ്പ് നൽകപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു വാചകങ്ങളാണ്. അതായത് ഒരു വലിയ മല പോലെ അല്ലെങ്കിൽ ഒരു കടലോളം നിങ്ങൾ തെറ്റുമായി വന്നാലും അള്ളാഹു
തആല അത് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്കുകളെയാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ ഒരു കരുണയുടെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത് എന്ന് പറയുന്ന പ്രവാചക പഠനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ പുതിയ ഈ ഒരു ജനറേഷന് കൊടുക്കേണ്ട ആവശ്യകത എന്നുള്ളത്. ഇദ്ഖാലു സുറൂറു ഫീ ഖൽബിൽ മുഅ്മിൻ എന്ന് പറയുന്ന കോട്ടിങ്സ് എല്ലാം പുതിയ ജനറേഷന് കൊടുക്കുമ്പോൾ മറ്റു സഹവാസത്തോട് കൂടിയിട്ട് ന്യൂ ജനറേഷൻ മറ്റുള്ളവരെ കാണേണ്ട രീതികളെല്ലാം അതിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നു. ഇവിടെ ലോക്കൽ പീപ്പിളിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് പ്രായോഗികമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് ആളുകൾ തത്വചിന്തകൾ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെ പ്രായോഗികമായിട്ട് അവതരിപ്പിക്കാനാണ്. ഈ അടുത്ത് കണ്ട ചെറിയൊരു വീഡിയോയിൽ നബി തങ്ങളുടെ ശരീരാകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ കിതാബിലൊക്കെ ശരീരാകൃതിയെക്കുറിച്ച് കറക്റ്റായിട്ട് ഇവിടെ നോക്കിയാൽ നേരെയാണ് പള്ള കാണുക. അതിൽ അവർ കഴിഞ്ഞിട്ട് ആ ഒരു ടീം അഡ്രസ്സ് ചെയ്യുന്ന വാക്ക് എന്നുള്ളത് സിക്സ് പാക്ക് എന്നുള്ളതാണ്. കാരണം നബിക്ക് സിക്സ് പാക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ആ രീതിയിൽ നമ്മൾ ജൻസി തലമുറയിൽ ഒരുപാട് ആളുകൾ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഡ്രസ്സിങ് അങ്ങനെയുള്ള നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരീരത്തും കാര്യങ്ങളൊക്കെ ആരും അതിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ മെത്തഡോളജി ഓഫ് എന്നൊക്കെ പറയുന്നത് പോലെ അതിൽ നമ്മൾ മാറ്റം കൊണ്ടുവരണം. അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാമിക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഇസ്ലാമിക് പാർക്ക്, അതേപോലെ ഒരു ഇസ്ലാമിക് തിയേറ്റർ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ രീതിയിലേക്ക് സിനിമ പോലത്തെ കാര്യങ്ങൾ വരികയാണ്. ആ രീതിയിൽ നമ്മൾ അഭിനയത്തെ അറാമില്ല എന്നറിയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നബി തങ്ങളുടെ അഡ്രസ്സ് ചെയ്യുന്ന രീതി. പിന്നെ വേറൊരു കാര്യം കൂടി പറയാതെ, ഇന്നത്തെ കാലത്ത് നമ്മളെ ഇസ്ലാമോഫിയ വളരെ രീതിയിൽ കടന്നു വരികയാണ്. അതിലിപ്പോൾ ലിബറലിസം, LGBTQ പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ലെസ്ബിയൻസ്, ഗേ അങ്ങനത്തെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളവരോട് നബി തങ്ങൾ അന്നത്തെ കാലത്ത് എങ്ങനെ പെരുമാറി എന്നുള്ളത് വളരെ ചർച്ചയാണ്. കാരണം സ്വഹീഹുൽ ബുഖാരിയിൽ 4324 സൈനബ് ഇബ്നത്ത് അലൈഹിസ്സലാം നബി തങ്ങളുടെ ഭാര്യയുടെ അടുത്തൊരു മുഹന്നസ് ആയിട്ടുള്ളൊരു സ്ത്രീ വന്നിരുന്നു. അപ്പോൾ നബി തങ്ങൾ അവരുമായിട്ട് ഇടപഴകിയിരുന്നു. പക്ഷേ നബി തങ്ങൾ അവരെ എതിർക്കാനുണ്ടായിരുന്ന കാരണം എന്നുള്ളത് അവർ സ്ത്രീകളുടെ എന്തൊരു വ്യാജ പ്രചരണം, ലൈംഗികമായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അതുകൊണ്ട് മാത്രമാണ് എതിർത്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ LGBT പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു അസുഖം വരുന്നവരെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു രോഗി ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ആ രോഗത്തെയാണ് വെറുക്കേണ്ടത്, ആ രോഗിയല്ല. അതേപോലെ നമ്മൾ ആ ആളുകളെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതിലൂടെയൊക്കെ തന്നെയാണ് നമ്മുടെ ഇസ്ലാമിനെ അല്ലെങ്കിൽ നബി തങ്ങളുടെ അധ്യാപനങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയാന്നുള്ളത്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ചേർത്ത് വെക്കാണ്, ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ഇവിടെ ഒരു മുസ്ലിം വേൾഡ് ഇസ്ലാമിക് വേൾഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇസ്ലാമിക് വേൾഡ് വ്യൂവിൽ ഒരു തിയേറ്റർ ഇവിടെ പണിത് വെക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ഫിലിം മോഡലിന് കുറച്ചുകൂടി പ്രൊമോഷൻ കൊടുക്കാന്നുള്ളതാണ്. എൻ്റെ ആദ്യത്തെ അവതരണത്തിൽ കൂടുതലായിട്ട് വന്നിരുന്നതാണ് ഡെപ്പിക്ഷനെ കുറിച്ചും പോർട്രേറ്റ്സിനെ കുറിച്ചും പ്രവാചകൻ എങ്ങനെ ഫിലിം ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ക്രിസ്ത്യൻ ഗ്രൂപ്പറിൻ്റെ ഒരു വർക്കാണ്. അവർ ഈ അമേരിക്കയിൽ നിന്ന് ഫെലോഷിപ്പ് നേടിയിട്ട് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ പോയിട്ട് അറബി ഭാഷ പഠിക്കണം. അതും വെറും 18-ാം വയസ്സിൽ. അങ്ങനെ വെറും 18-ാം വയസ്സിൽ അറബി ഭാഷ പഠിച്ചിട്ട് പ്രവാചകനെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങളും ചരിത്ര കൃതികളൊക്കെ വളരെയധികം നോക്കണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി, 1258 വരെയുള്ള കാലഘട്ടത്തിൽ, ക്രിസ്തുവർഷം 1258 വരെ കാലഘട്ടത്തിൽ, ആ സമയത്ത് അതിന് മുമ്പുണ്ടാകുന്ന ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ, സീറ ഗ്രന്ഥങ്ങളൊക്കെ അധികം കിട്ടുന്നില്ല. കാരണം അന്ന് ബാഗ്ദാദിലെ ബൈത്തുൽ ഇഖ്മയിൽ സംഭവിച്ച സംഭവങ്ങൾ നമുക്ക് അറിയുന്നതാണ്. കത്തിയെരിഞ്ഞു പോകുന്ന ഗ്രന്ഥങ്ങളെ പിടിച്ചുകൊണ്ട് പിന്നെ എന്തും ചെയ്യാൻ സാധ്യമാകുന്നില്ല. അതുകൊണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളെ കുറിച്ച്, സീറ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളവിടെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ പറഞ്ഞു വെക്കുന്ന കാര്യം വെച്ചാൽ ഒരുപാട് പ്രൊഫന്റെ പോർട്രേറ്റ്സുകളെ എത്രത്തോളം അതിൽ വർക്ക് ചെയ്താൽ എത്രത്തോളം അതിനെ ഒരു പ്രൊഫഷണൽസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ആ സ്ത്രീ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, മിഅ്റാജ് രാവിലെ കുറിച്ച് ഇങ്ങനെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു വ്യക്തിയാണ് നമുക്ക് പറയാം. പക്ഷേ പ്രവാചകൻ മിഅ്റാജ് രാവിലെ ആകാശത്തിലേക്ക് പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആകാശം കഴിഞ്ഞ് പടച്ചവനെ കണ്ട് പടച്ചവനോട് നമ്മൾ മുനാജാത്ത് നടത്തുമ്പോൾ അവിടെ ഒരു പ്രകാശം കൊടുത്തായിട്ടുള്ള ഒരു വെയിൽഡ്, ഒരു ഹോളോകാസ്റ്റ്, ഒരു മോഡൽ, ഒരു ഹോളോ ടൈപ്പിലുള്ള ഒരു ക്രിയേറ്റ്, ഒരു ഫ്ലെയിം അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെപ്പിക്ഷൻ കൊടുത്തായിട്ട് അത് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്വീകാര്യത വേറെ തന്നെയാണ് ഗ്രന്ഥങ്ങളിലെ എഴുത്തിനേക്കാൾ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ, ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഞാൻ പറയുന്നത് ഫിലിമിംഗ് ആണ്. അവിടെ നമ്മൾ ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പേർഷ്യയും തുർക്കിയും ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്തത് അവിടുത്തെ വെയിൽഡ് ആയിട്ടുള്ള ഫോമിനെയും അവിടുത്തെ ഈ ഹോളോ മോഡലിനെയും ആയിരുന്നു. പക്ഷേ കുറച്ചുകൂടി കാലം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ടെക്സ്റ്റൽ ഡെപ്പിക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം, ഷമാഇൽ നബിയെ, ഷമാഇൽ മുഹമ്മദിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിനെ എങ്ങനെ ഫിലിം ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് അവിടെ ഇസ്ലാമിക് വേൾഡ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രവാചകന്റെ ഇൻകൾക്കേഷൻ ഓഫ് വാല്യൂസ് അതിലേക്ക് കൂട്ടിച്ചേർക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു സാധാരണക്കാരന്റെ ഉള്ളിൽ മതങ്ങളെ കുറിച്ചും വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാർ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, പ്രവാചകர்கள் അന്ധവിശ്വാസികളാണെന്നുള്ളൊരു സാറിന്റെ ഒരു അവരുടെ എക്സ്പ്ലനേഷൻ വലിയ ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ റാസിമ ഇങ്ങനെ തഫ്സീർ ചെയ്ത വേളയിൽ ഇങ്ങനെ റോട്ടുമകൂടി നടന്നുകൊണ്ട് അപ്പോൾ ഒരു വല്യമ്മ തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ വല്യമ്മനോട് ചോദിച്ചു, ദൈവം ഉണ്ടെങ്കിൽ തെളിവ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിൽക്കുക ഞാൻ അപ്പം കൊടുന്നേരാറ് ഞാൻ വല്യമ്മ പെരെ പോയിട്ട് ഒലക്കെടുത്തിട്ട് വന്നിട്ട് റാസിയാമിനെ ആട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സാധാരണക്കാർക്കിടയിൽ, എസ്പെഷ്യലി നമ്മൾ ജൻസിക്ക് പുറത്തുള്ള ഒരു കമ്മ്യൂണിറ്റികൾക്കിടയിൽ വിശ്വാസം അത്രയും രൂഢമൂലമാണ്.
നമ്മൾ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ അവർക്ക് ആ ഒരു കിട്ടിയ ഒരു എംപറ്റിക്കായ തോട്ടിൽ കൂടെ കിട്ടിയ, അതിന് വേറെ ഇറച്ചകൾ ഉണ്ടെങ്കിലും ആ ഒരു തോട്ടുകളിൽ കിട്ടിയ നോളജ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ പടച്ചവനെ കുറിച്ചുള്ള അറിവുകൾ, അതൊക്കെ അവരുടെ ആ ഒരു ജീവിതത്തിൽ മൂലമായിട്ട് എന്തായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത് ഈ ഒരു സ്വാധീനത്തെ കുറിച്ചിട്ട് ആരോ പറയുന്നുണ്ട് എന്ത് ഒരു നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു സെൽഫ് നെറ്റ്വർക്കഡ് സിസ്റ്റത്തിലാണെന്നുള്ളതാണ്. നമ്മൾ ടെക്നോളജിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു പറയുന്ന കാര്യമാണ്. അതായത് നമ്മളെ മൂല്യങ്ങളും നമ്മളെ മൂല്യനിർണ്ണയങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത് ആരാണ്? പുറത്തുള്ള ആരോണ്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ആശ്രയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യൻ ക്യൂബറിനെ കുറിച്ച് പറഞ്ഞു, അതല്ലെങ്കിൽ മറ്റുള്ള ഈ ഡെപ്പിക്സിനെ കുറിച്ച്. ഡെപ്പിക്സ് വളരെയധികം അനിവാര്യമാണ്. കാരണം RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റിലാണ് എന്ത് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട പോലെ ആശയങ്ങൾ കൊണ്ടുകൊണ്ട് 100 സിനിമകൾ പുറത്തിറക്കാനുള്ളത്. അപ്പം ഈ കാലഘട്ടത്തിൽ നൂതന പ്രവാചകനെ അപ്പം നമ്മൾ വ്യാഖിക്കുന്നാൽ ഇപ്പം അലി ഹസനൊക്കെ ഇസ്ലാം മിൻ ജദീദ്, ഇസ്ലാം ആദുകളിൽ നിന്ന് വായിക്കുമ്പോൾ എന്നുള്ള പുസ്തകത്തിൽ പറയേണ്ടതുണ്ട് പ്രവാചകന്റെ എത്തിക്സ് എങ്ങനെയെങ്കിലും ലോകത്ത് എന്താകണം അഡാപ്റ്റബിൾ ആയിട്ട് കൊണ്ടുവരൽ ഇന്ന് ഇസ്ലാമിക ലോകത്തിന് അനിവാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു സിനിമ ഇന്ത്യ പോലൊരു കൺട്രി ഇറങ്ങിയാൽ ഇപ്പൊ അന്നാബസന്റെ ഇന്ത്യയിൽ നിന്ന് പ്രസംഗിക്കണം എന്താ പ്രവാചക വിധികൾ, നീതി എഴുതിയ വിധികൾ, അവിടുത്തെ വിനയം, അവിടുത്തെ കാരുണ്യം എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാണുന്ന പ്രവാചകന്റെ ഒരു ഒബ്ജക്റ്റീവ്, അന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ച വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ, ഒബ്ജക്റ്റീവായ തോട്ടുകൾ ഇന്നും സമൂഹത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. സാധാരണക്കാർക്കിടയിലും അറ്റ്ലീസ്റ്റ് അത് രാഷ്ട്രീയമായിട്ടും എന്താകുന്നുണ്ട് ഉപയോഗിക്കപ്പെടുന്നുള്ളതാണ്. ഇവിടെ നബിതങ്ങളെ എങ്ങനെ എന്തായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു നൂതന കാലത്ത് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കുറെ ചർച്ച ചെയ്ത ശേഷം നമ്മുടെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡെപിക്ഷനിലാണ് പറഞ്ഞത്. ഈ ഒരു ചിത്രീകരണ രൂപം തന്നെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ചിത്രീകരണ രൂപം അല്ലാതെ തന്നെ ഒരുപാട് വഴികളുണ്ട്. അതായത് ഈ നൂതന കാലത്ത് തന്നെ ഈ ടെക്നോളജിയോട് നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ഈ ചിത്രീകരണത്തിൽ തന്നെ ഇന്ന് അറബി ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ കുറെ മൂവീസ് ഉണ്ട്, ഡോക്യുമെന്ററീസ് ഉണ്ട്. എന്നാലോ ഓരോ ഇപ്പൊ നമ്മളെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരുപാട് ഭാഷകളുണ്ട്. എന്നാലോ ഓരോ ഇപ്പൊ കേരളത്തിൽ ഉദാഹരണത്തിന് കേരളത്തിൽ മലയാളത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു മൂവി അല്ലെങ്കിൽ ഡോക്യുമെന്ററികൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഒരു മൂവി പോലത്തെ ആളുകളൊക്കെ ഏറെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു നല്ലൊരു മൂവീസ് ഇറങ്ങുന്നതാണ്. അതുപോലെ ഓരോ ഭാഷകൾ എടുക്കുന്നില്ല. അതുപോലെ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ആയിട്ട് അല്ലെങ്കിൽ പാൻ വേൾഡ് ആയിട്ടുള്ള ഈ ഇംഗ്ലീഷ് അറബി ആയിട്ടുള്ള കേവലം വളരെ കുറച്ച് മാത്രം ഡോക്യുമെന്ററികളും നല്ല മൂവീസും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതുപോലെ ഈ ചിത്രീകരണം അല്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ടെക്നോളജിയിലൂടെ തന്നെ ഒരുപാട് അറിയിക്കാന്നുള്ളതാണ്. അതിലിപ്പോൾ നമ്മൾ പറയാനുള്ളത് തന്നെ നമ്മൾ പ്രാക്ടീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് പറയാനുള്ളത് കഴിഞ്ഞ റമദാനിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു നമ്മളെ പുറത്തുള്ളൊരു പള്ളിയിൽ ഈജിപ്തോ മിസ്ർ ആ ഏരിയയിലെ ഒരു പള്ളിയിൽ കുട്ടികൾക്കായിട്ട് ഒരു നോമ്പ് തുറ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയ കുട്ടികൾക്ക് അവർ ഉച്ചവരെ നോമ്പ് നോറ്റ് ആ നോമ്പ് തുറക്കുന്ന രീതി, ആ രീതിയിലുള്ള നമ്മുടെ ഇസ്ലാമിക തത്വങ്ങൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ ആളുകൾ എതിർക്കുന്ന രീതിയിൽ കുട്ടികൾ പള്ളിയിലേക്ക് വരുത്ത് ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിലേക്ക് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളെ ഇസ്ലാമുമായിട്ട് അട്രാക്ട് ചെയ്യാം. ചില പള്ളികളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പാർക്കുകൾ ഉണ്ടായിരുന്നു പറയാണ്ട് അഹ്ലു സുഫ നിബിതങ്ങൾ പള്ളിയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വിശ്രമിക്കാനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഇന്ന് തന്നെ ഞാനിവിടെ പരിപാടിക്ക് വരുമ്പോൾ പുറത്ത് അങ്ങാടിയിൽ ഒരു താന്നൂർ പള്ളി അവിടെ എത്തിയപ്പോൾ ആ പള്ളി പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചുറ്റുപാടായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഇസ്ലാമിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ കഴിയും. ഇതിനോട് ചേർത്ത് വായിച്ചാൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. അതായത് ഇവർ പറഞ്ഞ ഫിലിമിങ്ങില്ല അതിനൊന്ന് ചേർത്ത് വായിച്ചേക്കുന്നത്. ഫിലിം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫിലിം ഉണ്ട്, മെസ്സഞ്ചർ ഇറങ്ങിയിട്ടുണ്ട്, ഇറാനിൽ അത്രത്തോളം വലിയ പ്രതിസന്ധികൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അവിടെ വിഷയം വരുന്നത് അത് സുന്നി സ്കോളേഴ്സിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഷീരി സ്കോളേഴ്സിനെ എങ്ങനെ അവർക്ക് ബന്ധപ്പെടുത്തും എന്നുള്ളതാണ്. സുന്നി സ്കോളേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഷീരി സ്കോളേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൽ പേർഷ്യൻ തുർക്കിഷ് കൺട്രീസ് ഇതിനകത്ത് വളരെ സപ്പോർട്ടുണ്ട്. 2005 ജൂലിയൻ പോസ്റ്റർ വിവാദം നമുക്കറിയാം. അതുപോലെ തന്നെ അവിടെ ഫിലിം നമ്മൾ അത്രത്തോളം വിവാദങ്ങൾ സൃഷ്ടിക്കണ്ടേ. പക്ഷെ നമ്മൾ ഇത് ചേർത്ത് വായിക്കേണ്ടത് കുറച്ചുകൂടി ഒരു ടെക്സ്റ്റൽ ഡെപിക്ഷൻ ഒരു അത് കൂടി ഉണ്ടായാൽ അതായത് പ്രവാചകനെ കുറിച്ചുള്ള ഷമായിൽ കൂടി പഠിച്ച ഒരു ഇൻഡിവിജ്വാലിറ്റിക്ക് അത്രത്തോളം ഫിലിമിങ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് കൂടുതൽ അക്സെപ്റ്റബിൾ ആവുന്ന ആളുകളിലേക്ക് നടക്കും. കാരണം അവിടെ നോർമാറ്റീവ് സീറയാണ് ലോകത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യമുള്ളത് എന്നുള്ളത് ഹംസ യൂസഫ് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തഹരീറുൽ സ്ത്രീകളുടെ ഈ ഒരു പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്ന് ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുള്ള വർക്കുകളെ കുറിച്ചാണ്. അബ്ദുൽ അലീം അബു ഷുഹന്റെ വർക്കുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. അതിൽ അദ്ദേഹം കൊണ്ടുവന്ന
കൊണ്ടുവന്ന ഓരോ ഘട്ടങ്ങളുണ്ട്. അതിങ്ങനെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് പിന്നീട് ആൻമേരി ഷിമലൊക്കെ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ കുറച്ചുകൂടി ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അങ്ങനത്തതാണ് ഏറ്റവും ബെറ്റർ ആവുക എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫിലിം കൊണ്ടുവരുന്ന പ്രശ്നമില്ല, പക്ഷെ അതിൽ നമ്മൾ പ്രവാചകന്റെ ഷമായിലുകളൊക്കെ പഠിച്ചിട്ട് അത് കൊണ്ടുവരുമ്പോൾ അതുപോലെ ഈ ആർട്ട് വർക്കുകളൊക്കെ അപ്പോൾ ചെയ്തു വെക്കാം. കാരണം അപ്പോൾ അത് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഇടപെടാൻ അത് സാധ്യമാകുന്നുള്ളതാണ്. അതെ, യുവാക്കളോട് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പൊ യുവാക്കളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളവര് ഞങ്ങൾക്ക് റോൾ മോഡലുകളായിട്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പഴയ കാലത്തിന്റെ ആളല്ല നിങ്ങളുടെ ഇൻഫ്ലുവൻസർ എന്നുള്ള തലത്തിലേക്ക് അവരുടെ ഉത്തരം മാറുന്ന ഈ ഒരു കാലത്ത് നാം മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരോട് തിരുത്തി കൊടുക്കേണ്ടത്, ഇൻഫ്ലുവൻസറുകളുടെ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് നമ്മൾ റസൂലിനെ കാണിച്ചു കൊടുക്കേണ്ടത്. അതായത് നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അവർ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്ന ആ ഒരു നവതകാലിക ഈ ഒരു സമൂഹത്തോട് ഓണസ്റ്റിയിലാണെങ്കിലും ഹ്യൂമിനിറ്റിയിലാണെങ്കിലും എല്ലാം പ്രവാചകൻ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഫ്ലുവൻസറുകളുടെ ഇൻഫ്ലുവൻസർ ആയി തീരുമ്പോഴാണ് അവർക്ക് അതിനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം 23 വർഷങ്ങൾ കൊണ്ട് ലോകത്തിന്റെ പകുതി തന്നെ തന്റെ ഫോളോവേഴ്സ് ആക്കി തീരാൻ ഒരു വലിയൊരു ഇൻഫ്ലുവൻസിന് സാധിക്കുക എന്നുള്ളത് ആ രീതിയിൽ നമ്മൾ പ്രവാചകനെ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ഇന്നത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒരു ടെമ്പററി ഫെയിം ആയിട്ട്, അതായത് താൽക്കാലികമായിട്ടുള്ള ആ ഒരു ഫെയിമിലേക്ക് നാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആ രീതിയിൽ കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ലോകത്തിന്റെ തന്നെ ആ ഒരു ആ റസൂലിനെ നമ്മൾ വിത്തൗട്ട് ടെക്നോളജി ഇല്ലാതെ ആ പ്രവാചകൻ എത്രത്തോളം ഇൻഫ്ലുവൻസേഴ്സിനെ ഉണ്ടാക്കി. അതുപോലെ ഇൻഫ്ലുവൻസ് ഈസ് ടൈംലെസ് എന്ന് പറയുന്ന, അതായത് ലോകത്തിന് അവസാനം വരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകന്റെ വാചകങ്ങൾ ആ രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഈ 2023 നടത്തിയ ഒരു വർക്കുണ്ട്, ആ ഒരു പഠനത്തിൽ ലോങ് ടേം ഇൻഫ്ലുവൻസ് കംസ് ഫ്രം ഒതന്റിസിറ്റി ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് നബി ആ രീതിയിൽ നബി ഇതിന്റെ പൂർണ്ണ മാതൃകയാണ്. അതായത് ലോകത്തിന്റെ മുഴുവൻ കാലത്തേക്കും ഈ ഒരു കാലഘട്ടം അവസാനിക്കുന്നത് വരെ, അല്ലെങ്കിൽ പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ പ്രവാചകൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ അപ്പുറത്തേക്ക് മാറിത്തീരുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷൻ 1 മണിക്കൂർ പൂർത്തിയായിട്ടുണ്ട്.